ഒരു നിമിഷം ഒന്ന് ദൈവത്തിനെ നമിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ എന്നെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് സലീം എന്നാണ്. ഞാൻ കൊടുങ്ങല്ലൂർ സ്വദേശിയാണ്. ഞാൻ ഈ ബയോട്ടോറിയം തെറാപ്പി അറിയുന്നതിന് കാരണക്കാരൻ നമ്മുടെ പ്രിയങ്കരനായ അലിസാറാണ്. അപ്പൊ അലിസാറിലൂടെയാണ് ഞാൻ ഈ കമ്പനി ഇതിന്റെ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കാനും അതിൽ നിന്ന് നമ്മള് ഒരാൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ചെറിയൊരു അനുഭവം പറയാതെ പറ്റില്ലല്ലോ. അപ്പൊ ആദ്യമായിട്ട് ഞാൻ സാഗർ ജോഷി സാറ് നമിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മുടെ ഏറ്റവും മെന്ററായിട്ടുള്ള മനോജ് സാറ് നമിക്കുന്നു. അതിനുശേഷമാണ് ഞാൻ പരിപാടിയിലേക്ക് കിടക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ പ്രോഡക്റ്റ് ഉപയോഗിച്ചു. വാങ്ങിച്ചത് എന്റെ വൈഫിന് വേണ്ടിയിട്ടാണ്. ഉപയോഗിച്ചു. അപ്പൊ എനിക്ക് ഒരു ശാരീരിക അസ്വസ്ഥത ഉണ്ടായിരുന്നു. ആ കാലയളവില് കുറെ കാലം ഞാൻ അതിനു വേണ്ടി മരുന്ന് കഴിച്ചതാണ്. അപ്പോ എനിക്ക് എന്റെ വിഷയം മാറുമെന്നൊന്നും എനിക്ക് ഒരു അറിവും തിരിവും ഇല്ലാത്തൊരു അവസ്ഥയിൽ നമ്മൾ ഈ സാധനം വാങ്ങുന്നത്. ഭാര്യക്ക് മേടിച്ച് അന്ന് തന്നെ നല്ല ഉറക്കം കിട്ടി. അതേപോലെ അത് ഉപയോഗിച്ച് വന്നപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വന്നു. കുറെ അസുഖങ്ങൾക്ക് നല്ലൊരു മാറ്റം വന്നു. ആള് നല്ല ഉഷാറായി. വളരെ മോശം അവസ്ഥയിലായിരുന്നു. അങ്ങനെ നല്ലൊരു ആരോഗ്യ രീതിയിലേക്ക് എത്തപ്പെട്ടു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന കാലയളവിൽ എനിക്കുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഈ രാജ്യത്ത് 100% ആളുകൾക്കും ഉള്ള ഒരു അസുഖമാണ്. ഒരു സ്വകാര്യതയുള്ള ഒരു അസുഖമാണത്. അതാരും കൂടുതൽ പുറത്ത് പറയാറില്ല. ആ അസുഖത്തിന്റെ പേരാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം. മനസ്സിലായോ? അങ്ങനെ സംഭവിക്കുന്ന ആളുകൾക്ക് നമ്മൾ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ തീർത്തും പോകില്ല. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പോസ്റ്റേറ്റ് ഗ്രന്ഥിയില് ഇൻഫ്ലമേഷൻ ആണ്. ഈ ഇൻഫ്ലമേഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മസിലുകൾ പ്രവർത്തിക്കൂല എന്നാ പറയുന്നത്. ഞാൻ അത് സയൻസിലേക്ക് പോകുന്നില്ല. ഞാൻ പ്രോഗ്രാം ചെയ്യുന്നെന്ന് ഞാൻ പറയാം. അപ്പോ ഇതുകൊണ്ടാണ് നമുക്ക് ഈ മൂത്ര സംബന്ധമായ പ്രോബ്ലംസ് ആണുങ്ങൾക്ക് തന്നെ കൂടുതൽ ഉണ്ടാവാൻ കാരണം. എങ്ങനെ നമ്മൾ മൂത്രം ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയാലും ശരിയാണ്, രണ്ടടി നടക്കുമ്പോഴോ ഒന്ന് ചുമക്കുമ്പോഴോ ഒന്ന് സംസാരിക്കുമ്പോഴോ ഒന്നോ രണ്ടോ ഇറ്റ് അതിലേക്ക് പോരുമ്പോ നമ്മൾ അശുദ്ധമായി എന്നുള്ളതാണ്. അപ്പൊ അസുഖത്തിന് ഞാൻ മരുന്ന് കഴിച്ചിരുന്നു. ഹോമിയോ മരുന്നാണ് കഴിച്ചിരുന്നത് എന്റെ അനിയന്മാരുടെ നിർദ്ദേശപ്രകാരം. അപ്പൊ ഞാൻ അങ്ങനെ കൂടുതൽ ഇംഗ്ലീഷ് മെഡിസിൻ ഒന്നും കഴിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ച സമയത്ത് ഹോമിയോ നല്ല ആരും പറഞ്ഞു. ഹോമിയോ നല്ല ഡോക്ടറാണ്, ചെറുപ്പക്കാരനാണ്, നല്ല പേരും പ്രസിദ്ധമുള്ള ഡോക്ടറാണ്. പക്ഷെ എന്റെ പോസ്റ്റർ എന്നൊരു പ്രോബ്ലം മരുന്ന് കഴിച്ചിട്ട് മാറിയില്ല. ഓട്ടോമാറ്റിക്കലി പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ചതിന് ശേഷം കുറെ നാൾ കഴിഞ്ഞപ്പോൾ എന്റെ ആ പ്രോബ്ലം ഇല്ലാതെയായി. അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഒന്ന് എന്റെ സ്വന്തമായൊരു ഗവേഷണം നടത്തി വന്ന സമയത്ത് എനിക്ക് മാറിയത്, എന്റെ പോസിറ്റീവ് വീക്കം മാറിയത് നമ്മുടെ ബയോട്ടോറിയം മാഗ്നറ്റിക് വാട്ടർ കുടിച്ചിട്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സ്വയം കഴിഞ്ഞു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നാൾ മരുന്ന് കഴിച്ചിരുന്നതാണ്, എനിക്കൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? അപ്പോ നമ്മളൊക്കെ ഞാനിപ്പോ റിസർച്ചുകൾ നിർത്തിയാണ്. പിന്നെ പോവുകയാണെങ്കിൽ കുറെ സമയം എടുക്കും. അപ്പൊ അതുകൊണ്ട് അവിടെ കിടക്കുന്നില്ല. അപ്പൊ നമ്മളെല്ലാവരും എത്തിപ്പെട്ടിരിക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്ത് മനുഷ്യന് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും ഒരു പുണ്യപ്രവൃത്തിയാണ് നമ്മൾ വന്ന് എത്തിപ്പെട്ടിരിക്കുന്നത്. അതിന് നമ്മൾ ദൈവത്തിനോട് നന്ദി പറയണം. അതായത് എന്തോരം നന്ദി പറഞ്ഞാലും പോരാന്നുള്ളതാണ്. അതായത് ഹെൽത്തും വെൽത്തും കിട്ടുന്ന ഒരു വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അറിവില് ഈ കാലയളവിൽ ഇന്ത്യ രാജ്യത്ത് ഈ ബയോട്ടോറിയം മാഗ്നറ്റിക് തെറാപ്പി നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം മാത്രമുള്ളതാണ് ഞാൻ വിലയിരുത്തിയിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഒരു ഇൻവെസ്റ്റ് ഇല്ലാതെ നമ്മളൊരു പ്രോഡക്റ്റ് മേടിച്ചു ഉപയോഗിച്ചു അത് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് എന്താണ് അവരുടെ ശരീരത്തിനകത്തുള്ള ഡിസോർഡർ, ആ ഡിസോർഡറിനെ ഓർഡറാക്കി തരാൻ കഴിവുള്ള മരുന്നില്ലാത്ത ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആളുകൾക്ക് അതിനെപ്പറ്റി അറിയാൻ പാടില്ല എന്നിട്ടാണ്. നമ്മളെ ആരെയും കുറ്റപ്പെടുത്തണ്ട. നമ്മളും ഇതേപോലെ തന്നെ ആയിരുന്നു. പിന്നെ ഇത്രയും വലിയ ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ രോഗം മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർമാരും ഹോസ്പിറ്റൽ എന്തിനാണെന്ന് നമ്മളും ചോദിച്ചിട്ടുള്ളവരുണ്ടായിരിക്കാം, മനസ്സിൽ കണക്കൂട്ടിയിട്ടുള്ളവരുണ്ടായിരിക്കാം. മനസ്സിലായോ? അപ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ശരിക്കും പഠിച്ച് മനസ്സിലാക്കി ബൈഹാർട്ടാക്കി വെക്കണം. നമ്മൾ ഈ സയൻസ് പറയുമ്പോൾ
നമ്മളോട് ആളുകൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് ന്യായമായ രീതിയിൽ മറുപടി പറയാം. അതായത് നിങ്ങൾ തരുന്ന മരുന്ന്, ഡോക്ടറെ നിങ്ങൾ തരുന്ന മരുന്ന് എന്റെ ബോഡിയിൽ എഫക്ട് ചെയ്യണമെങ്കിൽ എന്റെ ബോഡി ഓർഡർ ആയിരിക്കണം. നമ്മൾ തർക്കിക്കാനോ നിങ്ങൾ ഇതേപോലെ കാഠിന്യത്തോടു കൂടി പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളോട് നെഗറ്റീവ് പറയുന്നവരോട് പറയാനുള്ള ഒരു വിഷയമാണ് ഞാൻ എന്റെ അറിവാണ് പറയുന്നത്. അതായത് നിങ്ങൾ തരുന്ന കഴിക്കുമ്പോൾ നമുക്കിത് ശരീരത്തിനകത്ത് മരുന്ന് ശരീരത്തിനകത്ത് എഫക്ട് ചെയ്യുകയും നമ്മുടെ രോഗം മാറണമെങ്കിൽ ഈ ദൈവത്തിന്റെ മണ്ണിൽ നിന്നുള്ള കാഞ്ചശക്തി മനുഷ്യന് കിട്ടണം. ഇത് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്കുലർ സിസ്റ്റം ലോ ആയി പോകും. വോൾട്ടേജ് ഇല്ലാത്ത വീട്ടിലെ കറണ്ട്, അതായത് വോൾട്ടേജ് ഇല്ലാത്ത പോലത്തെ ശരീരത്തിൽ നമ്മുടെ വീട്ടിൽ വോൾട്ടേജ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ആ രീതിയിലാണ് നമ്മുടെ ബോഡി നിൽക്കുക. അപ്പൊ നമ്മൾ കഴിക്കുന്ന മരുന്ന് നമ്മുടെ വിശ്വാസമുള്ള ഓർഗൻസിലേക്ക് കിട്ടുന്നില്ല, എത്താനുള്ള ശക്തി ഇല്ല, നല്ല ഓക്സിജനുള്ള വെള്ളവും കിട്ടാനില്ല. മനസ്സിലായിട്ടുണ്ട? ഈ രണ്ട് കാരണമാണ് ഞങ്ങളുടെ പ്രോഡക്റ്റ് നമ്മുടെ ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക്, നിങ്ങൾക്കായാലും എനിക്കായാലും ഒക്കെ ഗുണം ചെയ്യുന്നത്, അതായത് ശരീരത്തിന്റെ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്, അതായത് ദൈവീകതയുള്ള. ഇതൊന്നും ഹോസ്പിറ്റലിൽ കിട്ടൂല നമുക്ക്. ഞാൻ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരൊന്നും കുറ്റം പറയുന്നതല്ല. ഇതൊന്നും ഹോസ്പിറ്റലിൽ കിട്ടില്ല, കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പൊ നമുക്ക് ഓക്സിജൻ ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ഓക്സിജൻ സിലിണ്ടർ വെച്ച് തരും, നമുക്ക് ആ മാസ്ക് വെച്ച് തരും. നമുക്ക് നമ്മുടെ വെള്ളം കുടിച്ചാൽ മതി. അതായത് ഈ ബയോട്ടോറിയം മാഗ്നറ്റോ തെറാപ്പി എന്ന് പറഞ്ഞ കമ്പനിയുടെ മാഗ്നറ്റൈസ്ഡ് വാട്ടറിന് മെഡിസിൻ വാല്യൂ ഉള്ള ഒരു വാട്ടറാണത്. അത് മനസ്സിലാക്കണം. നമ്മുടെ ലങ്സിനെ ക്ലീൻ ചെയ്യാൻ, നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ, നമ്മുടെ ഇൻഡസ്ട്രി ക്ലീനിങ് കഴിക്കാൻ, ഇതിനൊക്കെ സാധിക്കുന്ന ഹൈഡ്രോതെറാപ്പി ചെയ്യണ്ട. ഹൈഡ്രോതെറാപ്പി ചെയ്യണ്ട. നമ്മുടെ കുടല് ക്ലീൻ ആവാനായിട്ട് നമ്മൾ മാഗ്നറ്റൈസ്ഡ് വാട്ടർ കുടിച്ചാൽ മതി. മനസ്സിലായോ? അപ്പൊ നമ്മളെല്ലാവരും എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു ദൈവികത ഉള്ള ഒരു മേഖലയിലാണ്. നമ്മളത് അതിന്റെ അടുക്കും ചിട്ടക്കും വൃത്തിയായിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി. ഞാൻ ഈ മനസ്സിലാക്കി പറയാൻ കാരണം, ഇത് പല മേഖല ചെല്ലുമ്പോഴും ഇത് കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കാത്ത ആളുകളുണ്ട്. അവർക്ക് റിസൾട്ട് കിട്ടില്ല, അവർ ഉപയോഗിക്കാതെ റിസൾട്ട് കിട്ടുമല്ലോ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ന് പറയുമ്പോൾ ഇതിനുണ്ടാവുന്ന ഒരു അവസ്ഥ അത് മോശം ശാസനമാണെന്നാണ്. അത് കേൾക്കുമ്പോ നെഞ്ചിനൊരു കത്തിയെടുത്ത് കുത്തുന്നേക്കാൾ വേദന തോന്നുന്നത്. നമ്മളിത് ഉപയോഗിച്ച് നമുക്ക് റിസൾട്ട് കിട്ടി, നമ്മൾ പറയുന്ന പോലെ മേടിച്ച് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഈ മേഖലയില്, ഈ തെറാപ്പിയിൽ. ഇതൊരു വലിയ സംഭവം എന്നുള്ളതാണ്. അപ്പോ അതുകൊണ്ടാണ് ഞാനിത് കറക്റ്റായിട്ട് പഠിക്കണം, കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ബിസിനസ് ചെയ്യണം, എങ്കിലോ കാശുണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പറ്റൂല. വല്ലപ്പോഴും ഒരു പ്രോഡക്റ്റ് നമുക്ക് സെയിൽ ചെയ്യാൻ മാത്രം സാധിക്കുള്ളൂ. അതുകൊണ്ട് ഹലോ അതായത് ഒരു കാര്യം ഇന്ന് ഓട്ടാക്കാൻ പറ്റൂല. ആയതുകൊണ്ട് സംസാരിക്കുന്ന ആളുകൾ മൈക്ക് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. ഈ വേദിയിലേക്ക് വരുമ്പോ മാത്രം മൈക്ക് ഓൺ ആക്കുക. പ്ലീസ്, റിക്വസ്റ്റ് ആണ്. അപ്പൊ ഞാൻ പറയുന്നില്ല. അപ്പൊ നമ്മള് ഇത് കേൾക്കുന്നില്ല. സലീം സാറെ കേൾക്കുന്നില്ല. സലീം സാറെ മ്യൂട്ട് ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് നെഗറ്റീവ് പറയുന്നവരോട് പോസിറ്റീവ് ആയിട്ട് പറയാനായിട്ട് നമ്മള് പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോ സമയത്തിന് ഭയങ്കര വിലപിടിപ്പുള്ള ഒരു ആളുകളാണ് നമ്മള്. അതായത് ബയോട്ടോറിയം ചെയ്യുന്ന ആളുകളുടെ സമയത്തിന് ഭയങ്കര വാല്യൂ എന്നുള്ളതാണ്. ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ ഓരോ വ്യക്തികളും അവരവർക്ക് കിട്ടിയിട്ടുള്ള ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് കിട്ടിയിട്ടുള്ള റിസൾട്ടുകൾ നിസ്സാര ടൈം കൊണ്ട്, കണ്ടമാനം ടൈം എടുക്കരുത് എന്ന് റിക്വസ്റ്റ് ആണ്. അപ്പോ ആദ്യമായിട്ട് വരുന്നവർക്ക് മനോജ് സാർ ഒരു ട്രോഫി പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫസ്റ്റിൽ വരുന്നത് ആരാണ് കേൾക്കട്ടെ? ഞാൻ ഷാജി റസാഖ്. എനിക്കൊരു പുതിയൊരു റിസൾട്ട് ഉണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടി മൈക്ക് ഓൺ അൺമ്യൂട്ട് ചെയ്തത്. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് മലപ്പുറത്ത് നിന്ന് ഞാൻ വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് ട്രെയിനിൽ വെച്ച് കുറെ ആൾക്കാരെ പരിചയപ്പെട്ടു. അവരൊക്കെ ഞാൻ ട്രെയിനിൽ വരുമ്പോഴും ഞാൻ ആൾക്കാരായിട്ടൊക്കെ സംസാരിക്കും, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയും, ബിസിനസിനെ കുറിച്ച് പറയും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ പിടിച്ചിട്ട് വല്ലാത്ത ബിമ്മിഷ്ടം ഇങ്ങനെ കാണിക്കും. ഒരു 18 വയസ്സ് പോലും ഇല്ല ആ കുട്ടിക്ക്. അപ്പൊ ഞാൻ എന്താ മോനെന്ന് ഞാൻ ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു, എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ വിമ്മിഷ്ടം, എനിക്ക് ഇടയ്ക്ക് ശ്വാസം വിട്ട് വരാറുണ്ട്, എനിക്ക് വല്ലാത്ത വിമ്മിഷ്ടം ഇപ്പൊ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഞാൻ നമ്മുടെ റിസ്റ്റ് ബാൻഡ് എടുത്ത് ഞാൻ കൈ കെട്ടി കൊടുത്തു, വെള്ളം ബാൻഡേജ് വാട്ടർ കൊടുത്തു. ഈ കുട്ടി 5 മിനിറ്റ് കൊണ്ട്
വെറും 5 മിനിറ്റ് കൊണ്ട് അടിപൊളിയായിട്ട് ആ കുട്ടി ആരോഗ്യത്തിലേക്ക് വന്നു. ഏറ്റവും നല്ല ആരോഗ്യത്തിലേക്ക് വന്നു. അള്ളാഹുവിന്റെ പടച്ചോന്റെ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രൊഡക്ട്സ് എന്നുള്ള രീതിയിൽ തെളിയിച്ചുകൊണ്ടിരിക്കുക. ഓരോ നിമിഷം ഓരോ ദിവസം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ റിസൾട്ട്സ് എനിക്ക് പറയാനുണ്ട്. ഞാൻ തൽക്കാലം പറയുന്നില്ല, കാരണം ധാരാളം ആൾക്കാർ പുതിയ റിസൾട്ട്സ് ഒക്കെ പറയട്ടെ. അവർക്ക് ഞാൻ അവസരം നൽകുകയാണ്. ദൈവത്തെ ഓർത്ത് പടച്ചോനെ കരുതി നിങ്ങൾ എല്ലാവരും പ്രൊഡക്റ്റിന് അനുഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് വന്നിട്ട് തയ്യാറായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്നുള്ള റിസൾട്ട് അനുഭവങ്ങൾ തുറന്ന് സംസാരിക്കൂ. എനിക്കത് സാറ് സലീംക്ക പറഞ്ഞു വന്നിരുന്നാലും ഞാൻ എന്റെ വകയായിട്ട് ഒന്നുകൂടി പറയുകയാണ്. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സാർ. ഇതേപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ ആളുകളും ചെയ്തിട്ട് കിട്ടുന്നതായിട്ടുള്ള അനുഭവങ്ങൾ ഇപ്പൊ സാർ പറഞ്ഞതുകൊണ്ട് ഇന്നലെ ഒരു വ്യക്തിക്ക് ഞാനൊന്ന് പറഞ്ഞു. ഇന്നലെ ഒരു വ്യക്തിക്ക് ഞാനൊരു ചായ കുടിക്കാൻ ഒരു കടയിൽ കയറിയ സമയത്തുണ്ട് തലവേദന എടുക്കുന്ന പറഞ്ഞു. അങ്ങനെ തലയിട്ട് ഒഴിഞ്ഞ് തലവേദന എടുക്കുന്ന പറയുന്ന ആ വ്യക്തി ചെക്കനാണ്, ഒരു 10-30 വയസ്സ് പ്രായം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ ചോദിച്ചു എന്ത് തലവേദന, മൈഗ്രീനാണോ, ഇടക്ക് വരലെടുക്കുക. ഇന്നലെ രാത്രി വന്നിട്ട് ഞാൻ ഗുളിക കഴിച്ചിട്ട് എനിക്ക് ഈ സമയമായിട്ട് ഒരു 5 മണിയായിട്ടുണ്ട് വൈകിട്ട് ഒരു രക്ഷയില്ല. ഉടനെ തന്നെ നമ്മുടെ കൈമല സാധനം ഞാൻ ബാഗ് കൊണ്ടുപോയിട്ടുണ്ടായില്ല, ജസ്റ്റ് കഴിച്ചു കൊടുത്ത് 2 ഗ്ലാസ് വെള്ളം ബാഗിൽ എത്തുമ്പോൾ വെച്ച് കാണിച്ചിട്ട് 5 മിനിറ്റ് അടിക്കാണ്ട് കുടിപ്പിക്കുകയും ചെയ്തു. ഈ സാധനം അയച്ചു തന്നിട്ട് പറഞ്ഞു നിക്ക നാളെ എനിക്ക് കലൊന്ന് കാണണം, എനിക്ക് ഈ സാധനം വേണം. ഓക്കെ, ഞാൻ നാളെ രാവിലെ വരാം, ഒരു 8 മണിക്ക് വീട്ടിലെത്തിയാക്കാൻ വന്ന് വാക്ക് കൊടുത്തേക്കാണ്. അപ്പൊ അതാണ് നമ്മൾ റിസാഖ് സാറ് പറഞ്ഞതും ഇനിയുള്ള ആളുകൾക്ക് പറയാനുള്ളതും ഇതിന്റെ മിറാക്കൽ റിസൾട്ട്. അപ്പൊ റിസാഖ് സാറിന് ഒരു പിക്ക് തരുവിട്ട് അടുത്ത ആള് കടന്നു വരൂ. അടുത്ത ആള്. ഗുഡ് മോർണിംഗ് സാർ. ഉസ്മാൻ ഭയങ്കര സാറേ വാല്യുബിളല്ലേ? ഞാൻ പറയട്ടെ? പറഞ്ഞു സാറേ, പറഞ്ഞു. ഞാൻ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ബീരാൻ ഖാൻ പറഞ്ഞ ആള്, പുള്ളി വിദേശത്ത് നിന്ന് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നിങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്തായിരുന്നു. അപ്പൊ ഞാന് നാട്ടിലെ അടുത്ത് തന്നെയായിരുന്നു വർക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഓർത്ത് വീട്ടിലേക്ക് വന്നതാണ്. അപ്പൊ അവിടെ ഒരു കൂട്ടം നിലവിളി കേട്ടപ്പോ ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്നു. ഡ്രസ്സ് മാറിയിട്ടില്ല, വണ്ടി മുറ്റത്ത് നിർത്തിയിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ള തൊട്ടടുത്ത വീടാ. അപ്പൊ പുള്ളി കണ്ണൊക്കെ ഒരു ഭാഗത്തേക്ക് കോടി, കവളൊക്കെ കോടി ഒരു സ്ട്രോക്കിലേക്ക് പോകുന്ന ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാന് സാറെ കേൾക്കണ്ടല്ലോ അല്ലെ? ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ കയ്യിലെ റിസ്റ്റ് ബാൻഡ് എടുത്ത് പുള്ളിന്റെ വലത് കയ്യിൽ കെട്ടിക്കൊടുത്തു. എന്റെ വൈഫ് വണ്ടിയിൽ നിന്ന് വെള്ളത്തിന്റെ ബോട്ടിൽ പെട്ടെന്ന് ഞാൻ എടുത്തു വരാൻ പറഞ്ഞു. അതും കൊണ്ടുവന്ന് പുള്ളിന്റെ മുഖത്തൊക്കെ തെളിച്ചു. വായ ഒരു ഭാഗത്തേക്ക് ഓടി പോയായിരുന്നു, അത് ഞാൻ ഇങ്ങോട്ട് പിടിച്ച് നേരെ ആക്കിയിട്ടു. ഉടനെ തന്നെ പുള്ളിക്ക് 2 കവള് വെള്ളം ഒഴിച്ചു കൊടുത്തു. പക്ഷെ വെള്ളം പുള്ളി ഒരു അല്പം ഇറക്കിയിട്ടുള്ളൂ, ബാക്കി പുറത്തേക്ക് അങ്ങോട്ട് മിറ്റ് ചെയ്ത് പോന്നു. പിന്നെ മേത്തൊക്കെ പുള്ളിന്റെ വെള്ളം തെളിച്ചു. ഷർട്ട് ഇടാത്തൊരവസ്ഥയായിരുന്നു. പുള്ളി പെട്ടെന്ന് തന്നെ തളർന്നിങ്ങനെ കിടന്നു. ഒരു അപശബ്ദം ഉണ്ടാക്കി. പുള്ളിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം വരുന്നത്. പെട്ടെന്ന് ഒരു അബോധാവസ്ഥയിലേക്ക് പോയ പോലെ തോന്നി. അങ്ങനെ ഞാൻ ഫുള്ള് വെള്ളമൊക്കെ കുടഞ്ഞു. എന്റെ വണ്ടി തന്നെ പെട്ടെന്ന് എടുത്ത് കയറ്റി തൊട്ടടുത്ത വീട്ടിലൊരു ബാബു എന്ന് പറഞ്ഞ ഒരു പുള്ളിനെയും കൂട്ടി അടുത്ത് കൊണ്ടോട്ടി റിലീഫ് ഹോസ്പിറ്റലിൽ അറിയാം. ഫ്ലൈറ്റ് അപകടം ഉണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ ട്രീറ്റ്മെന്റ് ചെയ്തൊരു ഹോസ്പിറ്റലാണ് റിലീഫ് ഹോസ്പിറ്റൽ കൊണ്ടോട്ടി. അവിടെ എത്തിച്ചു. ഡോക്ടർ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത് പുള്ളി പറഞ്ഞു സ്റ്റോക്കിലേക്ക് പോയതായിരുന്നു, എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൊ ഇന്ന് ആ വീരാൻക ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഭയങ്കര ഒരു ഹെവി റിസൾട്ട് ആയിരുന്നു. എല്ലാവരും പറയും ആ ഒരു പ്രൊഡക്റ്റ് കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്ന്. അതാണ് എനിക്ക് പറയാനുള്ള റിസൾട്ടുകൾ ഒരുപാടുണ്ട്. ഇതൊരു മിറാക്കിൾ റിസൾട്ട് ആയതുകൊണ്ടാണ് സാറേ ഞാൻ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞു വന്നത്. അതായത് നമ്മൾ നിൽക്കുന്ന മേഖല ഈ ലോകത്ത് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ദൈവാനുഗ്രഹം കിട്ടാവുന്ന ഒരു മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ആ മനുഷ്യൻ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. ഈ ബയോട്ടോറിയത്തിന്റെ ഒരുപാട് കാണുമ്പോ ആളുകൾക്ക് ഒരു തമാശളിയാ, ഒരു കല്ലാക്കല, മുതലാണിത്, മാണിക്യമാണിത്. അപ്പോ ഇതാണ്. അപ്പൊ സാർ പിക്സലോട്ട് അടുത്ത ആൾ കടന്നു വരൂ. ബഷീർ, കോഴിക്കോട് ബാലുശ്ശേരിയാണ് സ്വദേശം. വെൽക്കം സാർ, വെൽക്കം. ഓക്കെ, അപ്പോ ഞാൻ പല ആൾക്കും പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്റെ മകള് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട കാരണം ഒരാള് മലപ്പുറം വേങ്ങര എന്ന സ്ഥലത്തുനിന്ന് പറമ്പിൽ പീടിക എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു ഓർഡർ കിട്ടി. അവർക്ക് ആ പ്രൊഡക്റ്റ് കൊടുക്കുകയും ചെയ്തു. പക്ഷെ അവർക്ക് വല്ലാതെ ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. പക്ഷെ അവർ ഒരാഴ്ച കൊണ്ട് അവർക്ക് നല്ലൊരു മാറ്റം വന്നു. പക്ഷെ അയാൾ ആ സംഭവം ഒരു കാല് മുട്ട് വേദന ആയതുകൊണ്ട് കാലിന് എന്തോ ബാൻഡേജ് ഇട്ട് നടക്കുന്ന ഒരാളോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്, എനിക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ ചെറിയൊരു മാറ്റമൊക്കെ വന്നു, നിങ്ങളൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുന്നു. പക്ഷെ അയാള് പറഞ്ഞു ആയിക്കോട്ടെ എന്നാ നമുക്ക് അതൊന്ന് വാങ്ങി ഉപയോഗിക്കാലോ പറഞ്ഞ അയാളോട് കേൾക്കാൻ പറഞ്ഞു എന്നോട് പറഞ്ഞപ്പോ ഞാൻ ആ പ്രൊഡക്റ്റ് കൊണ്ടുപോകുമ്പോൾ ഒരു പ്രീമിയവും ഒരു ഡീലക്സും ആയിട്ട്
പോയി 2 പ്രൊഡക്റ്റ് കൈ പിടിച്ച് പോയി. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് പ്രീമിയം അതിന് ശേഷം പൈസ കൂടും, മറ്റേതിന് ശേഷം പൈസ കുറയും. അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് എന്തായാലും പൈസ കൂടിയേ മതി, കാരണം എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്, പല ബുദ്ധിമുട്ടുകളും പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ കുഴപ്പമില്ല, നമ്മൾ വാങ്ങി ഉപയോഗിച്ച് നോക്കുക, സുഖം മാറ്റുന്നത് പഠിച്ചവനാണല്ലോ, നമുക്ക് ആ തൽക്കാലത്തുള്ള അത് ഉപയോഗിച്ച് നോക്കി, എന്നിട്ട് എന്തെങ്കിലും നമുക്ക് അതിനനുസരിച്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പ്രൊഡക്റ്റ് കൊടുത്തു. അല്ലെന്നില്ല, ഞാൻ അയാൾക്ക് ഉറക്ക് രാത്രി ഒരു 4 പ്രാവശ്യം നേരം വെക്കുമ്പോൾ രാത്രി എണീറ്റ് മൂത്രമൊഴിക്കാൻ പോവാ, പുറത്ത് മൂത്രമൊഴിക്കും, വേറെ ഒന്നുമില്ല, ഉറക്ക് കിട്ടൂല, അതാണ് മെയിൻ വിഷയം. പക്ഷെ അയാൾ ഉപയോഗിച്ച് ആദ്യത്തെ ദിവസം കിടന്ന അയാൾ പറയാൻ എനിക്ക് എന്താ സംഭവിച്ചത് എനിക്ക് ഓർമ്മയില്ല, ഞാൻ കിടന്നത് എനിക്ക് ഓർമ്മയില്ല, രാവിലെ ആ പിന്നെ എണീറ്റ്. നിങ്ങളല്ലേ പറഞ്ഞു 21 ദിവസം മുതൽക്ക് റിസൾട്ട് കിട്ടാന്നല്ല നിങ്ങൾ പറഞ്ഞു, പക്ഷെ എനിക്ക് ഇന്ന് തന്നെ ഞാൻ നല്ല 3-ാം ദിവസം വിളിച്ചെന്നോട് പറയാ ബഷീർക്ക എന്റെ പൈസ ഫുള്ള് മുതലായി, നല്ല ഉറക്കാണ്, ഞാൻ ദിവസവും രാവിലെ എണീക്കുമ്പോൾ എനിക്കുള്ള ഒരു സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല. അത് കഴിഞ്ഞ് 16-ാം ദിവസം ഞാനിങ്ങനെ ലേശം ദൂരെയാണല്ലോ, ഫോളോ അപ്പ് ചെയ്യാൻ പോയി കാണാൻ കഴിയില്ലല്ലോ, ഞാൻ ഫോണിൽ ഇങ്ങനെ ചോദിക്കും, കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ 16-ാം ദിവസം അയാൾ പറയുക എന്നോട് ഞാൻ 2 കൊല്ലായിട്ട് അലർജിക്ക് ഗുളിക കഴിക്കുന്ന ആളാണ്, മിംസ് ഹോസ്പിറ്റലിൽ ഡോക്ടർ ചെയ്ത് തന്ന ഗുളിക, അത് ഷീട്ട് കാണിച്ചാൽ മെഡിക്കൽ ഷോപ്പുകാർ ഗുളിക തരൂല, എന്നിട്ട് ഞാൻ ഈ ഗുളികയുടെ പേര് പറഞ്ഞ് വാങ്ങലാണ്. പക്ഷെ ഞാൻ ആ ഗുളിക ഇന്നേക്ക് നിർത്തിയിട്ട് 9 ദിവസമായി. അതിനുശേഷം ഒരൊറ്റ തുമ്മലിക്ക് വന്നില്ല. ഞാൻ തുമ്മിയാൽ അടുത്ത വീട്ടുകാർ മുഴുവൻ ഞെട്ടിപ്പോകുന്ന തുമ്മലാണ് ഞാൻ തുമ്മിയത്. പക്ഷെ ഈ 9 ദിവസം ഞാൻ ഈ ഗുളിക കുടിക്കാതെ തുമ്മാതെ കൊണ്ട് എനിക്ക് കിട്ടിയത് സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല. അപ്പൊ അതാണ് ഇതിന്റെ റിസൾട്ട്. പിന്നെ ഇന്നലെ എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. എന്റെ വീട്ടില് ഈ മരം മുറിക്കാൻ വന്ന ഒരാള്, അയാളെ വലത്തെ കൈക്ക് ഒരു ആക്സിഡന്റ് പറ്റിയ സമയത്ത് എന്തോ ട്രീറ്റ്മെന്റ് ചെയ്ത് കമ്പിയൊക്കെ ഇട്ട് ഒക്കെ ശരിയാക്കി, പക്ഷെ അയാള് വിരലുകൾ വർക്ക് ചെയ്യില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, അപ്പൊ ഞാൻ എന്ത് ചെയ്ത് നമ്മളെ ഈ പിന്നെ വാട്ടർ നനഞ്ഞാല് ബുദ്ധിമുട്ടാതെ റിസ്റ്റ് വാച്ച് എടുത്തിട്ട് ഇയാളെ കൈമ കെട്ടിക്കൊണ്ട് നിങ്ങൾ പണിയെടുത്തോളൂ, ഇതിന്റെ ഒരു സാധനമാണ്, പണി എടുക്കുന്ന വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതിനെ കൊണ്ട് പറഞ്ഞ അയാൾക്ക് കൈമ കെട്ടിക്കൊടുത്തു. അയാള് മരത്തിന്റെ മുകളിൽ കയറി മരമൊക്കെ മുറിച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് പറഞ്ഞു ഇത് ഇനി ഞാൻ തരികയില്ല. ഞാൻ ചോദിച്ചാൽ ഇത് ഞാൻ തരികയില്ല, അതേ പറയാനുള്ളത് കാരണം. അപ്പൊ ഞാൻ പറഞ്ഞല്ല അത് അതിന് കൂടുതൽ വേറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു തരാം, സംഭവം എന്താ ഉണ്ട്. എന്നോട് പറഞ്ഞു എന്റെ വിരല് 3 നല്ല വേദന ഉണ്ട്, അതുവരെ ഒരു വേദനയും അറിയാതെ വിരലിന് നല്ല വേദന ഉണ്ട്. ചുരുക്കം പറഞ്ഞ അയാൾ ഇന്നലെ പ്രൊഡക്റ്റിന്റെ ഓർഡർ തന്നാ പോയത്. അപ്പൊ കൂടുതൽ ഇനി പറയുന്നില്ല, എല്ലാവർക്കും അവസരം ഉണ്ടല്ലോ, ഇൻഷാല്ലാ നമുക്ക് ഇനിയും പറയാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്, അതായത് ഇതാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സാധനം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് എല്ലാവർക്കും ഇത് ഗുണം ചെയ്യുന്നൊരു, രോഗമുള്ളവർക്കും രോഗമില്ലാത്തവർക്കും. മരുന്നല്ലല്ലോ, നമ്മൾ രോഗത്തിന് ചികിത്സിക്കുന്ന ആളുകളെയല്ല. നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അതൊരു സംഭവം, അതൊരു വലിയ സംഭവം. അതിനെപ്പറ്റി പറയാനായിട്ട് നമുക്ക് മറ്റു ദിവസം പറയാം. അപ്പോ ഇതാണ് ഈ വിരലണങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സർക്കുലേഷൻ പ്രോപ്പർ ആയി തുടങ്ങി എന്നുള്ളതാണ് ഇംപ്രൂവ്മെന്റ് റിസൾട്ട് എന്ന് പറയുന്നതിന്. മനസ്സിലായിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. നമ്മളിത് ആളിനോട് പറയേണ്ട സമയത്ത് പറയുകയും വേണം. ഇംപ്രൂവ്മെന്റ് റിസൾട്ട് കാണുമ്പോൾ നിങ്ങളിത് മാറ്റിവെക്കരുത്, നിങ്ങളിത് ഉപയോഗിക്കണം. പിന്നെ കണ്ടിന്യൂസ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടവിട്ട് ഉപയോഗിക്കണം എന്ന് നമ്മൾ ഡോക്ടർമാർ ഇന്ന മരുന്ന് ഇത്ര ടൈമിൽ ഇത്ര മണിക്കൂർ ഇടവിട്ട് കഴിക്കുന്നു എന്ന് പറയുന്നില്ലേ എന്ന പോലെ നമുക്കും നമ്മുടെ പ്രോഡക്റ്റിന്റെ ഹൈലൈറ്റ്, അതിന്റെ കോമ്പിനേഷനും ബോഡിയും കോമ്പിനേഷനും തമ്മിലുള്ള സിസ്റ്റങ്ങൾ നമ്മൾ പറയണം. നമ്മൾ സാധാരണക്കാരല്ല, നമ്മൾ വെൽനസ് കൺസൾട്ടന്റുമാരാണ്. ഡോക്ടറെ മറ്റൊരു ഭാഗമാണ് നമ്മള്. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ നമ്മളിത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിത് മനസ്സിലാക്കണം. ഓരോ റിസൾട്ടുകളും കേട്ടിട്ട് നമ്മളത് എഴുതി വെച്ചിട്ട് അതിന്റെ കാരണങ്ങൾ നമ്മളെ പഠിച്ചു വെക്കണം എല്ലാവരും. ഇതാണ് നമ്മുടെ മുതല്. അപ്പോ സാറിന് ഒരു പിക്ചറിലോട്ട് ഇങ്ങനെയൊക്കെയുള്ള റിസൾട്ടുകൾ, ഇതിന്റെ അപ്പുറത്തെ റിസൾട്ടുകൾ നമുക്ക് ഇതിനകത്തിരിക്കുന്ന ആളുകൾ കിട്ടിയിട്ടുള്ളവരുണ്ട്. അപ്പോ ഓരോരുത്തരും സമയം കളയാതെ കടന്നു വരിക. ഓക്കെ, താങ്ക് യു സർ. സാറുണ്ട്. ആ നമസ്കാരം സാർ. ഞാൻ കോഴിക്കോട് പന്തിരങ്കാവാണ്. ഓക്കെ. അപ്പൊ ഞാന് ഈ ബയോ മേഖലയെ പറ്റിയിട്ടാണ് പറയുന്നത്. സാറിന്റെ പേര് പറഞ്ഞില്ല. എന്റെ പേര് അജിത്താണ്. അജിത് സാർ, ഓക്കെ, വെൽക്കം. അപ്പൊ ഞാനൊരു പുതിയ അതിഥിയാണ്. അപ്പൊ ഞാനൊരു പുതിയ അതിഥിയാണ്. അപ്പോ അതുകൊണ്ട് എന്നെ നിങ്ങൾ കാണൂല, കുറച്ച് കഴിഞ്ഞാൽ ഞാനൊരു പരിക്ക് പറ്റി വീട്ടിൽ കിടക്കാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഉപയോഗിക്കാത്തത്. നോ പ്രോബ്ലം. നേരിട്ട് നമുക്ക് അടുത്ത മീറ്റിംഗിലൊക്കെ നേരിട്ട് കാണാം. നമ്മളെ കൈക്ക് ഒരു കമ്പിയൊക്കെ ഇട്ടതാണ്. അപ്പൊ അതുകൊണ്ട് അടുത്ത 11-ാം തീയതി കമ്പിയൊക്കെ എടുക്കും. അപ്പൊ നേരിട്ട് നമുക്ക് കാണാം. അപ്പൊ ഞാൻ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാ വെച്ചാല്,
ഞാൻ നമ്മളെ പൊക്കുന്നുള്ള പ്രേമേടത്തിനാണ് ആദ്യമായി പരിചയപ്പെടുന്നത്. അങ്ങനെ പ്രേമജിയെ ഞാൻ പരിചയപ്പെടുത്തു. അപ്പൊ പ്രേമജിയെ പരിചയപ്പെടുത്തിയതിന്റെ പേരിൽ ഇപ്പൊ പുതിയതായിട്ട് അതിഥിയായിട്ട് വന്ന നമ്മുടെ തയ്യിൽത്തായം പിന്നെ എന്താ പൂവാട്ടുപറമ്പ് തയ്യിൽത്തായം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ആതിര എന്ന് പറഞ്ഞ ഒരു മേഡത്തിന്റെ വീട്ടിൽ വെച്ച് ഒരു മീറ്റിംഗ് നടന്നിരുന്നു. നമ്മുടെ പ്രേമേടത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. അവിടെ നമ്മുടെ സത്യൻ സാറായിരുന്നു മീറ്റിംഗ് പിന്നെ അധ്യക്ഷത വഹിച്ച്. അപ്പൊ അവിടെ വെച്ചപ്പോ ഇങ്ങനെ എന്താണ് മാഗ്നറ്റ് ബിയോ മാഗ്നറ്റ് ഒരു വിരിനെ പറ്റിയിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ എന്റെ അമ്മയ്ക്ക് 75 വയസ്സായി. അപ്പൊ എന്റെ അമ്മയ്ക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ സത്യൻ സാറ് അവതരിപ്പിച്ചപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെ ഞാനൊരു ബയോ മാഗ്നറ്റിന്റെ വിരി വാങ്ങി. എന്റെ അമ്മയ്ക്ക് 75 വയസ്സായി. എന്റെ അമ്മയ്ക്ക് അത് കൊണ്ടുകൊടുത്ത് എന്റെ അമ്മ അതില് 10 ദിവസം ഉപയോഗിച്ചപ്പോ അമ്മയ്ക്ക് വയറൊക്കെ ഇളകാൻ തുടങ്ങി. അമ്മ പെട്ടെന്ന് പേടി കുടുങ്ങി അമ്മയ്ക്ക്. അപ്പൊ ഞങ്ങൾ 4 ആണും ഒരു പെണ്ണാണ്. അപ്പോ അമ്മയ്ക്ക് ഈ പ്രശ്നം വന്നപ്പോ എന്റെ അഞ്ചൻ വിളിച്ച്, ഞാൻ പന്തിരങ്കാലാണ് താമസിക്കുന്നത്, കുരുവട്ടൂരാണ് എന്റെ അമ്മ ഉള്ളത്. അപ്പൊ അമ്മയ്ക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ എന്റെ ചെറിയ അഞ്ചൻ വിളിച്ച് പറഞ്ഞു, എന്ത് പണിയാ ചെയ്ത്, ഇത് അമ്മയ്ക്ക് വലിയൊരു ബുദ്ധിമുട്ടൊക്കെ ആയി മാറിയിരിക്കുന്നു. അപ്പൊ എന്താ ചെയ്യാ, ഞാനൊന്ന് സാരണാശുപത്രിയിലേക്ക് കൊണ്ടുപോകണം അമ്മനെ. എനിക്കത് കേട്ടപ്പോ ഭയങ്കര പ്രശ്നമായി. കാരണം ഞാനിനി അമ്മനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ വീരി വായി കൊടുത്തുള്ള ഒരു വർത്താനൊക്കെ ആയി മാറി അവിടുന്ന്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഈ പ്രശ്നങ്ങൾ ഞാൻ പൊക്കുന്നുള്ള പ്രേമേടത്തിനെ വിവരം അറിയിച്ചതിന്റെ പേരിൽ നമ്മളെ സത്യൻ സാറ് നേരിട്ട് എന്റെ അനുജന്മാരെ വിളിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അമ്മയ്ക്ക് ഈ ശരീരമായിട്ട് ആ വിരി ബന്ധപ്പെട്ടിരിക്കുന്നുള്ള ഒരു തുടക്കമാണ് ആ ഒരു പ്രശ്നം വന്നത്. അപ്പൊ അമ്മനോടോ അനുജനോടൊക്കെ കാര്യങ്ങൾ സത്യൻ സാറ് വിളിച്ച് പറഞ്ഞതിന്റെ പേരിൽ ഇപ്പൊ എന്റെ അമ്മ അത് ഉപയോഗിക്കാൻ രണ്ടാമതും തുടങ്ങി. ഇപ്പൊ അമ്മയ്ക്ക് ഒരു പ്രശ്നമൊന്നുമില്ല. ഒരു പുലർച്ചയ്ക്ക് ഒരു 5-5:30 മണിക്ക് അമ്മ എണീക്കും, ചായ ഒക്കെ ഉണ്ടാക്കി എന്റെ അഞ്ചന് കൊടുക്കും, മുറ്റൊക്കെ അടിക്കി തരുന്നത്. ഇപ്പൊ ഒരു ഉന്മേഷം കൂടി വന്നിട്ടുണ്ട് എന്റെ അമ്മയ്ക്ക്. അപ്പൊ അതിലേക്ക് ഈ ഒരു സെക്ഷനിലേക്ക് ഇനി കടന്നു വരാൻ എനിക്കും ഒരു താല്പര്യമുണ്ട്. ഇനി അടുത്ത മീറ്റിങ്ങിലൊക്കെ എനിക്ക് പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ പൊക്കുന്നുള്ള പ്രേമത്തിനോട് ഞാൻ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് മീറ്റിംഗിൽ നേരിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓക്കെ, താങ്ക് യു സാറൊരു കാര്യം വേണം. സാറിന് ഒരു നല്ലൊരു മനസ്സുള്ളൊരു വ്യക്തിയാണ്, നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. അതായത് ഈ സ്റ്റീലൊക്കെ ഇടിച്ച് കഴിഞ്ഞിട്ട് സാർ ഇതിലേക്ക് വരണമെന്ന് വെറുതെ അല്ല, വരണം. വേറൊന്നുമല്ല, നിങ്ങളിലൂടെ ഈ സാധനം അനേകം ആളുകൾക്ക് എത്തിക്കിട്ടണം. നിങ്ങൾക്കും അതുകൊണ്ടൊരു വരുമാനം, നല്ലൊരു വരുമാനവും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു മേഖലയാണ്. നമുക്കാകെ നിങ്ങൾ വരുത്തിട്ടുള്ള ഒരൊറ്റ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളൂ, ലക്ഷങ്ങളില്ലാത്ത. എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞ് പ്രോഡക്റ്റിന് കാശ് പോരാന്നാണ്. ഈ കാശ് കുറവായതിന്റെ പേരിലായിരിക്കും ആളുകൾ ഇതിനകത്ത് ബിസിനസ് ചെയ്യാൻ മടി കാണിക്കുന്നു, ആളോട് പറയാൻ മടി കാണിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ സാറിന്റെ അമ്മക്ക് ഉണ്ടായ ഒരു ഇറിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം തന്നെ വേണ്ട. അമ്മയുടെ വയറ്റില് കുടലില് ഈ കുടലിനകത്ത് ഉണ്ടായിട്ടുള്ള അഴുക്കിന് നമ്മുടെ മാഗ്നറ്റൈസർ വാട്ടർ ചെന്നിട്ട് ചുള്ളിയാക്കി, അതായത് ക്ലെൻസിങ് നടന്ന്, അതായത് നമ്മുടെ ഡൈജഷൻ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്തു. ഹൈഡ്രോതെറാപ്പി ചെയ്യാൻ പോകേണ്ട കാര്യമാണ് നമ്മുടെ ഈ വെള്ളം മാഗ്നറ്റൈസർ വാട്ടർ ശരീരത്തിൽ നിന്ന് പുറന്തള്ളി കളഞ്ഞത്. അപ്പൊ അതൊരു ഇമ്പ്രൂവ്മെന്റ് റിസൾട്ട് ആണെന്നുള്ളതാണ്. അപ്പൊ ശരീരത്തിനെ ക്ലെൻസ് ചെയ്യും എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? മൂലക്കുരു വരെ ഉണ്ടെങ്കിൽ മാറിക്കോളും നമ്മുടെ ഈ മാഗ്നറ്റൈസർ വാട്ടർ യൂസ് ചെയ്യുന്ന ആളുകൾക്ക്. മനസ്സിലായോ? അപ്പോ സാറിന്റെ അമ്മക്ക് ഇന്ന് നല്ലൊരു ആരോഗ്യത്തോടു കൂടി എന്ത് കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും കറക്റ്റ് ആയിട്ട് ഈ സാധനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ. അതായത് നെഞ്ചോട് ചേർത്ത് ഉപയോഗിക്കുന്നവർക്ക് ഈശ്വരൻ തന്ന ആയുസ് സുഖമായിട്ട് സന്തോഷത്തോടു കൂടി ചിരിച്ച് കളിച്ച് മരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. പിക്സലോട് സാർ, അടുത്ത ആള്. അടുത്ത ആള്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം, പേര് പറയൂ. എന്റെ പേര് സാജിത, ഞാൻ ഇരുമ്പുഴിയാണ്. പിന്നെ സാർ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു അനുഭവം കിട്ടിയിട്ടുണ്ട്. ഹസ്ബൻഡിനൊക്കെ വേണ്ടി വാങ്ങിച്ച പ്രൊഡക്റ്റ് ആണ്. അവർക്ക് ഷുഗറൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിയ. പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ എന്റെ കയ്യിന് ഒരു ആക്സിഡന്റ് കഴിഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു. 2 കമ്പി ഇട്ടിട്ടുണ്ട്. 2 കമ്പി ഇട്ടപ്പോ പിന്നെ ഇത് ആക്സിഡന്റ് പറ്റിയപ്പോ പിന്നെ ഉപയോഗം കുറച്ചു. 3 മാസം കഴിഞ്ഞിട്ടല്ലേ പിന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ പിന്നെ അതുപോലെ എന്റെ കൈയിന്റെ വിരലൊന്നും മടങ്ങില്ലായിരുന്നു. വിരലൊന്നും തീരെ മടങ്ങില്ല. അതിന്റെ കെണിപ്പ് ഇങ്ങനെ മടങ്ങില്ല. എന്നിട്ട് എന്നോട് തെറാപ്പിക്ക് പറഞ്ഞു. തെറാപ്പിക്ക് ഞാനൊരു ദിവസം പോയി. അപ്പൊ ഭയങ്കര വേദന. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കിത് ചെയ്യണ്ട, ഞാൻ നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് മാറ്റിക്കോളാം. 3 മാസമായില്ലേ, അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് മാറ്റിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പില്ലോപ്പാട് കാൽമില് കെട്ടും. പിന്നെ മറ്റേത് ഈ കമ്പിട്ട കൈമ കെട്ടില്ല, മറ്റേ കൈമില് കെട്ടിയിട്ട്
ഇത് ചെയ്തിട്ട് പിന്നെ എൻ്റെ 8 ദിവസം കൊണ്ട് എൻ്റെ വിരല് നീരാനും ഒക്കെ തുടങ്ങി. ഇപ്പൊ ഒരു പ്രശ്നമല്ല, ശരിക്കും മടങ്ങും, കയ്യിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ അതേപോലെ എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാറിലൊക്കെ ദൂരെ യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കാൻ വന്നിട്ട് ഭയങ്കര ക്ഷീണം വന്നിട്ട് അങ്ങനെ കിടക്കും. കുറെ ആയിട്ടുള്ള പ്രശ്നമാണ്. പിന്നെ കാറിലൊന്നും ദൂരെ യാത്ര ചെയ്യാൻ വയ്യ. പിന്നെ നമ്മളെ റിസ്റ്റ് ബാൻഡ് കൈമ കെട്ടിയാല് ഒരു കുഴപ്പമില്ലാതെ പോയി വരും. ഇപ്പൊ ഇത് ഞാന് വീട്ടിൽ നിന്ന് ഇരുമ്പുഴെത്തുമ്പോഴത്തേനും എനിക്ക് ആ ക്ഷീണം വരും കെട്ടാഞ്ഞാല്. ഒരു ദിവസം കെട്ടാതെ പോയപ്പോ ഹസ്ബൻഡിന്റെ കൈമേലുണ്ട്, എൻ്റെ ഞാൻ എടുക്കാൻ മറന്നു. അപ്പം എടുക്കാൻ മറന്നിട്ട് ഞാന് പിന്നെ ക്ഷീണം വന്നപ്പോ ഹസ്ബൻഡിന്റെ വാങ്ങി കെട്ടി ഒരു കുഴപ്പമില്ലാതെ പോയി. കണ്ണൂരൊക്കെ പോയി വന്നു. അങ്ങനെ ദൂരയാത്ര ഒന്നും കാറിൽ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു എനിക്ക്. ഈ ക്ഷീണം വന്നിട്ട് ഇങ്ങനെ കിടക്കും, സംസാരിക്കണ കേൾക്കാൻ പറ്റൂല, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പൊ അത് നമ്മുടെ റിസ്റ്റ് ബാൻഡ് കെട്ടിപ്പോയാലും ഒരു കുഴപ്പമില്ല. പിന്നെ കുറെ അനുഭവങ്ങളുണ്ട് കേട്ടോ. അനുഭവങ്ങൾ അടുത്ത് കൊടുത്തവർക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്റെ നാത്തൂന് ഈ ബാറ്ററഞ്ചിപ്പാട് മാത്രം കൊടുത്തു, അവൾക്കൊരു കൈവേദനയും പിന്നെ എന്താ ഇതുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് അവൾക്ക് ഞാൻ ഒരു ദിവസം ഇവിടെ 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പം അവളോട് ഞാൻ പറഞ്ഞു, നീ ഇത് കൊണ്ടുപോയിട്ട് വെള്ളം കുടിക്കുക, എന്നിട്ട് ഇത് ഇടയ്ക്കെടുത്ത് കണ്ട് കെട്ടും ചെയ്യാന്ന് പറഞ്ഞു. ഞങ്ങളെ കൈവേദനക്ക് മാറ്റം വന്നു. പിന്നെ PCOD ഉണ്ടായിരുന്നു. PCOD ഉണ്ടായിട്ട് ഡോക്ടർ പറഞ്ഞിരുന്നു 2 കുട്ടികളുണ്ട്, രണ്ടാമത്തെ കുട്ടി ഉണ്ടായതിന് ശേഷം ഉണ്ടായതാണ്, ഇനി കുട്ടികൾ ഉണ്ടാകാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വെള്ളം മാത്രം കുടിച്ചു. കുറച്ചേ കുടിച്ചിട്ടുള്ളൂ, കുറച്ച് ദിവസങ്ങൾ, 1 മാസമൊക്കെ കുടിച്ചിട്ടുള്ളൂ. പിന്നെ അവള് പ്രഗ്നന്റ് ആയി, ഇപ്പൊ പ്രസവിച്ച് ഒരു കുട്ടിയുണ്ട്. അങ്ങനെ കുറെ റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു മാഡം, താങ്ക് യു. അതായത് ഇതാണ്, അതായത് ഈ ഡോക്ടർമാരെ നാട്ടിലുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കരുത്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കരുത്. ഓരോരുത്തരും പഠിച്ചത് ഓരോരുത്തർ ചെയ്യുന്നത്, ആരും കുറ്റം പറയുന്നതല്ല. അതായത് ഡോക്ടർമാർക്കൊന്നും ഒരാളുടെയും വിധി എഴുതാൻ കഴിയില്ല. എനിക്ക് വേദനയായിട്ടാണ് ഞാൻ പോവാതിരുന്നത്. ഭയങ്കര വേദന. ഫിസിയോതെറാപ്പി ചെയ്യാൻ പോയപ്പോ ഒറ്റ ദിവസം പോയി. എന്നോട് പറഞ്ഞു, ഇത് ചെയ്യാഞ്ഞാല് കൈ വീണ്ടും അങ്ങനെ ആവും, നിങ്ങൾ വരുമ്പോഴേ അങ്ങനെ ശരിയാവുള്ളൂ. പിന്നെ ഞാൻ അതിന് പോയില്ല. എന്റെ 8 ദിവസം കൊണ്ട് ഇപ്പൊ വേറെ ഒരു അമ്മോന്റെ മോളുണ്ട്, ഇങ്ങനെ വീണിട്ട് 2 കമ്പിട്ടിട്ട് അവൾക്ക് ഇപ്പൊ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊന്നും വിശ്വാസമല്ല പറഞ്ഞിട്ട്. അങ്ങനെ ഇനി കൊണ്ടു കൊടുക്കണം പറഞ്ഞിട്ട് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ട് എന്റെ മാറിയിട്ടുണ്ട് എന്ന്. ഇനി ഒന്ന് കാണിച്ചു കൊടുക്കണം. താങ്ക് യു. അപ്പൊ ഫിസിയോതെറാപ്പിയുടെ കാര്യം പറഞ്ഞില്ലേ, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നും വിചാരിക്കരുത് പറഞ്ഞ കാരണം കുറ്റം പറയുന്നതല്ല. 1 വർഷം ഫിസിയോതെറാപ്പി ചെയ്യുന്നത് 1 മാസം നമ്മുടെ ബയോട്ടോറിയം പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടും ഗുണം. 1 മാസം 1 വർഷം ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഗുണം എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു. റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പറയാൻ കാരണമല്ല, ഞാൻ വെറുതെ പറയുന്നതല്ല. അപ്പൊ 1 വർഷം ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഗുണം കിട്ടും നമുക്ക് 1 മാസം നമ്മുടെ ബയോട്ടോറിയത്തിന്റെ പ്രൊഡക്റ്റ് കറക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാല്. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഈ നമ്മുടെ മിത്രാദികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോഡക്റ്റ് മാത്രം മാർക്ക് കൊടുത്ത് ഉപയോഗിപ്പിക്കരുത്. അത് വലിയൊരു ഗുണം കിട്ടില്ല. കൂടുതൽ റിസ്റ്റ് ബാൻഡും കൂടി കൊടുക്കുകയാണെങ്കിലാണ് കുറച്ചും കൂടിയും അത് നമ്മൾക്ക് നല്ലത് എന്ന് ഞാനൊരു റിക്വസ്റ്റ് ആണ്, വേറെ ഒന്നും വിചാരിക്കരുത്. അതായത് റിസ്റ്റ് ബാൻഡും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ പകലത് കൈമേൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഗുണമുണ്ട്. നമ്മൾ ഈ മറ്റേ എനർജി ചാർജ് എന്ന് പറയൂലേ, ഈ ചാർജ് കിട്ടണമെന്നുണ്ടെങ്കിൽ സാധനം ശരീരത്തിനകത്ത് വേണമെന്നുള്ളതാണ്. എങ്കിലും നമ്മുടെ സർക്കോഡിയൽ സിസ്റ്റം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. മനസ്സിലായോ? അപ്പൊ അത് കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ, കുറ്റപ്പെടുത്തിയതല്ല, ഞാൻ പറഞ്ഞതാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു പാക്കേജ് എങ്കിലും എടുപ്പിക്കണം അവരെ കൊണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ മേഡത്തിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു വലിയ റിസൾട്ടാണ്. ഇതേപോലെ റിസൾട്ടുകൾ അനേകം കിട്ടിയിട്ടുണ്ട്, ഇനി കിട്ടാനും കിടക്കുകയാണ്. അപ്പൊ താങ്ക് യു വെരി മച്ച്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ ഇപ്പൊ ഇത് ഈ മാഡം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം പറഞ്ഞത്. എന്റെ മോക്ക് USA അവർക്ക് ഈ കൂടുതലായിട്ട് യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വളവും തിരിയൊക്കെ ഉള്ളതാണെങ്കിൽ കംപ്ലീറ്റ് ഛർദ്ദിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഭയങ്കര ഛർദ്ദിയില്ല. അപ്പൊ ഈ ബാൻഡ് ഉപയോഗിച്ചിട്ട് യാത്ര ചെയ്തപ്പോൾ ഈ വെള്ളം കുടിച്ചിട്ട് പോകുമ്പോൾ ആ ഒരു പ്രശ്നം കംപ്ലീറ്റ് അങ്ങ് മാറി. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് മക്കളും അല്ലെങ്കിൽ ആളുകൾ യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ ഈ ബാൻഡ് ഫുൾ ടൈം കയ്യിലുണ്ട് യാത്ര ചെയ്താൽ, വെള്ളം നമ്മുടെ ഈ കാറിനകത്ത് കരുതിയാൽ ആ ഒരു പ്രശ്നം കംപ്ലീറ്റ് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യും. അത് വലിയൊരു അനുഭവമാണ്. രണ്ടാമത്തെ കാര്യം ഇപ്പം പറഞ്ഞല്ലോ, ഫിസിയോതെറാപ്പി. ഇത് നമ്മുടെ ഈ ബയോട്ടോർ എന്ന് പറഞ്ഞാൽ 3 ഡോക്ടർമാർ കൂടി ഉള്ളതാണ്. ഒന്ന് മെഡിക്കൽ ഡോക്ടർ, ഒന്ന് ഫിസിയോതെറാപ്പി ഡോക്ടർ, ഒന്ന് റെസ്പിറേറ്ററി ഡോക്ടർ. ഈ 3 സിസ്റ്റമാണ് നമ്മുടെ ട്രീറ്റ്മെന്റിലുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാം ഈ റെസ്പിറേറ്ററി ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. എനിക്കുണ്ടായിരുന്നു. ഞാൻ വെന്റിലേറ്റർ കേസായിരുന്നു.
വെന്റിലേറ്റർ കേസ് ലാസ്റ്റിൽ വന്നിട്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോഴും 100% കറക്റ്റ് ആയി. അപ്പോൾ ഞാൻ ഈ പില്ലോ പാഡ് എടുത്തിട്ട് എന്നെ നെഞ്ചത്ത് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ബെഡിൽ നിന്ന് എണ്ണിച്ചേ ഉള്ളൂ. എൻ്റെ പില്ലോ പാഡ് എൻ്റെ ബെഡിൻ്റെ അകത്തുണ്ടാവും രാത്രി മൊത്തം. അപ്പൊ നമുക്ക് റെസ്പിറേറ്ററി സംബന്ധിച്ചുള്ള ചുമ, നമ്മുടെ ശ്വാസം വിഷ്ടം ഇതെല്ലാം കംപ്ലീറ്റ് 100% മാറുമെന്നുള്ളതാണ് ഒരു അനുഭവത്തിൽ എന്നുള്ള പറയാനുള്ളത്. രണ്ടാമത് പിന്നെ ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറേക്ക് പോയിട്ട് അവർ പഠിച്ചത് ചെയ്യുക. ഇത് ആരും പഠിക്കാത്തൊരു സംഗതി. നമ്മൾ അത് യൂസ് ചെയ്യുമ്പോൾ ഒരു ബാൻഡ് കൈയിൽ കിട്ടുമ്പോൾ ഈസി ആയിട്ട് അത് നൂരും. ഇന്നലെ കഴിഞ്ഞ് മിനിഞ്ഞാന്ന് ഞാൻ ഒരു പശുവിനെ ചികിത്സ ചെയ്യാനായിട്ട് ഒരു വീട്ടിൽ പോയപ്പോൾ അവരുടെ ഉമ്മ ഒരു കൊച്ചിനെ കുനിഞ്ഞെടുക്കുന്നത്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? 10-75 വയസ്സുള്ള ഒരു ഉമ്മയാണ്. അപ്പൊ പറഞ്ഞു, സാറേ എൻ്റെ കൈ ഒട്ടും പൊങ്ങുന്നില്ല ഇതാണെന്ന്. അപ്പൊ എൻ്റെ കയ്യിൽ ഓൾറെഡി ഈ ബാൻഡ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഇതിപ്പോ ഞാൻ പൊങ്ങി 2 കൈയും കൂടെ കൂട്ടിയിടിപ്പിച്ചാൽ നിങ്ങൾ എനിക്ക് എന്തോ തരുമെന്ന് പറഞ്ഞു. എന്നാൽ സാർ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ കുഞ്ഞിനെ താത്ത വെക്കാൻ പറഞ്ഞു. ഇച്ചിരി ആദ്യമേ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഈ ബാൻഡിൻ്റെ അകത്തങ്ങ് വെച്ചു. നമുക്ക് ബാൻഡ് മാത്രമേ ഉള്ളൂ കയ്യിൽ. ഈ ബാൻഡിൻ്റെ അകത്ത് വെച്ചു. പിന്നെ അവരോടൊക്കെ ഇതിനെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഈ വെള്ളം കുടിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരുടെ കയ്യിൽ ഈ ബാൻഡ് കെട്ടിക്കൊടുത്തിട്ട് എനിക്കൊന്ന് 1-2 മിനിറ്റ് ആയുള്ളൂ. ചെറുതായിട്ടൊന്ന് പൊക്കാൻ പറഞ്ഞു. പൊക്കെ അങ്ങനെ പറഞ്ഞ് ഈ 2 കൈയും കൂടെ നമ്മൾ തലയുടെ മേളിൽ കൂട്ടിമുട്ടിച്ചടിച്ചു. അപ്പൊ അവര് വണ്ടർ എന്തോ സാറേ ഇത് ഇത്രയും നാള് പൊങ്ങാതിരുന്ന കൈ ഇങ്ങനെ. ഇതൊരു മിറക്കിളാ. നമ്മൾ പറയുന്നത് ഇറ്റ് ഇസ് എ മിറക്കിൾ, അത്ഭുതമാണ്. അതൊരു അൺസീൻ പവർ ഓഫ് ദ വേൾഡാണ്. ഈ ലോകത്ത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അദൃശ്യമാർന്ന ശക്തി. ആ അദൃശ്യ ശക്തി ഒരു ഹ്യൂമൻ ബോഡി എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നെന്ന് നമുക്ക് ഈ ഗ്രൂപ്പിലുള്ളവ ആർക്കും പറയാൻ പറ്റില്ല. മനസ്സിലായി? അതുകൊണ്ട് ഈ പ്രോഡക്റ്റ് ഒരു വണ്ടർഫുൾ ആണ്, മിറക്കിളാണ്. നമ്മൾ കാര്യം നമ്മൾ ഈ പ്രോഡക്റ്റ് എല്ലാവരും വാങ്ങിച്ച് ഉപയോഗിക്കാത്തവര് പുറകെന്ന് പറയുമ്പോഴാണ് ഇത് ഉടായിപ്പ കളിപ്പീര. നമ്മുടെ ടെസ്റ്റ് മണിയൊക്കെ ഇടുമ്പോൾ ഓരോരുത്തർ വന്ന് അതിൻ്റെ അകത്ത് കമന്റ് ചെയ്യും. എന്ത് ചെയ്യും? ഇത് ഉടായിപ്പ, ഇത് പൊട്ടമാ, മറ്റതാ മറിച്ച്. അപ്പൊ നമ്മൾ അതിനകത്ത് നിങ്ങൾ ആദ്യം ഉപയോഗിച്ചിട്ട് കമന്റ് അതോടെ അതിൻ്റെ അകത്ത് അവരോട് ആർഗ്യുമെന്റ് ചെയ്തിട്ട് കാര്യമില്ല. ഉപയോഗിക്കാത്തവരാണ് ഇത് പുറമേ നിന്ന് ഇതിനെ പറ്റിയുള്ള നെഗറ്റിവിറ്റി പറയുന്നത്. ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത് 100%. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ്. താങ്ക് യു ഡോക്ടർ. അതായത് ഡോക്ടർ മുമ്പില് എല്ലാ ദിവസവും ഒന്ന് മുഖം കാണിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല നിർദ്ദേശങ്ങൾ തരണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതായത് റിസൾട്ടിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു സംഭവം ആളുകൾക്ക് പറയാം. അതായത് നമ്മൾ ഈ ബസ് യാത്ര, വണ്ടി യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് അവർക്ക് അത് തലക്കാണ് തുടങ്ങുന്നത്. അതിന്റെ കാരണം പറയുന്നത്, ഞാൻ എന്റെ അറിവാണ് പറയുന്നത്, അസിഡിറ്റി തന്നെ, ഹൈപ്പർ അസിഡിറ്റി ഉള്ള ചില ബോഡി ഉണ്ട്. അവർക്കാണ് പെട്ടെന്ന് ഈ അണക്കട പൊട്ടി വെള്ളം ഒലിക്കുക. അവിടെ നിന്ന് തുടങ്ങുമ്പോൾ പിന്നെ അപ്പൊ അവർക്ക് തലക്കൊരു ചെറിയൊരു പെരിപ്പ് വരും എന്നുള്ളതാണ് പറയുന്നത്. അതാണ് അതിന്റെ, അതായത് അസിഡിറ്റി തന്നെ ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആളുകൾക്കാണ്. അത് എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക് മാത്രമാണ് പ്രോബ്ലംസ് ഉള്ളത്. അതിൽ പറഞ്ഞ മാതിരി അസിഡിറ്റി, ശരീരത്തിന്റെ അസിഡിറ്റി സിസ്റ്റം മാറിയിട്ട് ആൽക്കലൈൻ സിസ്റ്റത്തിലേക്ക് വരണമെങ്കിൽ നമ്മുടെ മാഗ്നറ്റൈസർ വാട്ടറും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫുഡ് സപ്ലിമെന്റ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പ്രക്രിയയിലേക്ക് വരും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു രീതിയിലാണ് എന്റെ ഒരു അറിവിട്ട ഡോക്ടർ. തെറ്റിദ്ധരിക്കരുത് സലീം ഇതിന്റെ ഒരു ഇത് പറഞ്ഞതില്. അപ്പൊ ഡോക്ടർക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ഞാൻ അടുത്ത ആളിലേക്ക് പോവുകയാണ്. താങ്ക് യു, വെൽക്കം. അടുത്ത ആള്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇങ്ങോട്ട് പോരട്ടെ. നല്ലൊരു ഗുഡ് മോർണിംഗ് പറ, നല്ലൊരു ഗുഡ് മോർണിംഗ് പറ, ഒരു എനർജിയുള്ള ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ കാവൂരിലുള്ളതാണ്, കൊച്ചിക്കുട്ടി അമ്മാണ്. യെസ് മാഡം. താങ്ക് യു. എന്താച്ചാല് നമ്മളിപ്പോ ഇതിൽ വന്നതിന് ശേഷം നല്ല റിസൾട്ട് ആണ് നമ്മളൊക്കെ എല്ലാവർക്കും കിട്ടുന്നത്. എന്താ എന്താ പറയാൻ പറ്റൂല, അത്രയ്ക്ക് വലിയ റിസൾട്ട് ആണ്. എല്ലാവർക്കും റിസൾട്ടോട് കൂടെ നമ്മൾ ഇതിലേക്ക് മുന്നേറുന്നത് നമുക്ക് മനസ്സിലേക്ക് എന്നൊരു സന്തോഷങ്ങളാണ്. എന്താ വെച്ചാൽ എത്ര നമ്മളെ ശരീരത്തിലുള്ള വേദനകളൊക്കെ മാറിക്കഴിഞ്ഞത്. ഞാൻ എന്തായാലും ഇപ്പൊ ഇത് ഉപയോഗിച്ചപ്പോ ഏതായാലും ഇപ്പൊ ഒരു 10 മാസം ആയി. ഇപ്പൊ ഒരു കുഴപ്പം എനിക്കില്ല. എന്താ വെച്ചാല് ഇപ്പൊ നമ്മളിഞ്ഞ കുടിച്ചിട്ടില്ലെങ്കിലും വെള്ളം കുടിച്ചിട്ടില്ലെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു കുഴപ്പം 1-2 ആഴ്ച കഴിഞ്ഞാലും നമുക്കൊരു കുഴപ്പം വരുന്നില്ല. എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്ത് ഈ സാധനം കൊണ്ടുള്ള വർക്ക് നല്ല കിട്ടിയിട്ടുണ്ട്. ഇതാരും ഉപേക്ഷിച്ചാതെന്നാലാണ് നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടാതൊക്കെ. ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്ക് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. പൊന്നു സാർമാരെ, എന്നുവെച്ചാൽ എന്താന്ന് പറയാൻ അത്രയ്ക്കും വലിയൊരു സംഭവമാണ് നമ്മൾക്ക് കൈ കിട്ടിയ ദൈവത്തിന് തുല്യമായ. ഞാൻ പറഞ്ഞില്ല, ഞാൻ എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്രയ്ക്കും നല്ലത് ഞാൻ കൊടുത്ത ആൾക്കാർക്കും ഞാൻ ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് നല്ല റിസൾട്ടോട് കൂടെ ഞാൻ ഇന്നിപ്പോ നിൽക്കുന്നത്. ഞാൻ ഇപ്പൊ കണ്ട് പറഞ്ഞെടുക്കണം.
നമ്മൾ വെളിച്ചെണ്ണയിൽ പപ്പടം ഇട്ടത് തൊട്ടായ എത്ര ഉണ്ടോ കാഞ്ഞ വെളിച്ചെണ്ണി, അതേപോലെ നേരം രാവിലെ ഒക്കെ പൊങ്ങി ഉണരാൻ എപ്പോഴായാലും നമുക്ക് ഉണരാൻ കഴിയുന്നത് തലകറക്കമില്ലാത്തൊരു സംഭവത്തൂടെ ഞാൻ രക്ഷപ്പെട്ടു. എന്താ വെച്ചാൽ തലകറക്കം നല്ല ഉണ്ടായിരുന്നു എനിക്ക്, അത്രയ്ക്കും ഉള്ളൊരു സംഭവം. തലകറക്കവും ഷുഗറും പ്രഷറും കൊളസ്ട്രോള്, പിന്നെ എന്താ വെച്ചാല് നമ്മളെ ശരീരത്തിൽ ഇല്ലാത്ത വേദനകളില്ല, അതൊക്കെ ഒക്കെ സുഖമായി എന്നാ പറയാ. എത്ര പറഞ്ഞാലും ഈ കിടക്കൊണ്ട് ഇത്രയ്ക്ക് ഗുണം കിട്ടണത് ഞാൻ ഒരിക്കലും ഓർത്തിട്ടില്ല. ഞാനൊന്നും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു സംഭവത്തൂടെ ആദ്യം പറഞ്ഞോ, ആദ്യം നമുക്കിത് ഉപയോഗിച്ച ഉടനെ തന്നെ ഇപ്പൊ ഈ വയറിനൊരിളക്കം വന്നത്, 2 ദിവസം ഉണ്ടായിരുന്നു വയറിളക്കം. അത് ഞാൻ വിചാരിച്ചു എന്താണ് എനിക്ക് തീരെ വയറ്റിന് പോകാത്തത്, വയറ്റിന്ന് വയറ് ഇളകിപ്പോയല്ലോ, അതിപ്പോ എന്ത് സംഭവിച്ചു. ഞാൻ മുണ്ടില്ല, ആരോടും മുണ്ടില്ല കേട്ടോ, ആരോടും പറയാമെന്ന്. എന്താ വെച്ചാ പറഞ്ഞാ ഓരൊക്കെ എല്ലാരും നെഗറ്റീവ് പറയും, ഞാൻ മുണ്ടില്ല. അത് അങ്ങനെ സഹിച്ചു കഴിഞ്ഞ പിറ്റേന്നൊക്കെ സുഖമായി ചെയ്തു. ആ വെള്ളം നിരന്തരം കുടിച്ചും ആ കിടക്കും ചെയ്യും. പിന്നെ വേദനക്കൊക്കെ നമ്മളെ സ്റ്റിച്ച് കൊടുക്കും. അങ്ങനെ അത് സുഖമായി കഴിഞ്ഞപ്പോ പിന്നെ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഞാൻ ഓരോരുത്തരോട് പറയും, ഇന്ന് നല്ല സുഖമുണ്ട് മക്കളെ, ഇതൊക്കെ ഒന്നും വാങ്ങി ഉപയോഗിച്ചു നോക്കി. അപ്പൊ ഓരോക്കെ നല്ല തെറ്റു പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, എനിക്ക് നല്ല ഗുണമാണ്, പിന്നെയുള്ള ഇതൊക്കെ അറിയില്ല. ഞാൻ ശരിക്കും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ ഇപ്പം നമ്മള് വെള്ളം കുപ്പിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളൊക്കെ കുടിക്കുന്നുണ്ട്. ഇപ്പൊ മക്കൾ അങ്ങനെ കുടിക്കൊന്നുമില്ല, എന്നാലും ഇപ്പൊ എല്ലാരും ആ വെള്ളം കുടിക്കുന്നുണ്ട്. എന്നിട്ട് രാവിലെ എന്റെ മോനൊക്കെ ഇപ്പൊ രാവിലെ തന്നെ ആ വെള്ളം കുടിച്ചാ പോവുക. ഓനൊക്കെ ഭയങ്കര നെഗറ്റീവ് പറഞ്ഞ ആളായിരുന്നു. അപ്പൊ അവരൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ കൂടെ നമ്മള് ഈ കമ്പനിയിൽ ഇപ്പൊ നമ്മള് എന്ത് നരകത്തിലായാലും നമ്മളിതിൽ ചേർന്നാൽ നമ്മൾ തലമുറ മക്കൾക്കും കൂടി ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത്. എന്നുവെച്ചാൽ മനസ്സിലാക്കാൻ മക്കൾക്ക് ഇത് മനസ്സിലായി, മക്കൾക്ക് ചെറിയ കൊച്ചുമക്കൾക്ക് മനസ്സിലായി ഇത് നല്ലൊരു സംഭവമാണ്, ഇത് നല്ല ആരോഗ്യത്തിന് കിട്ടുന്നതാണ്, നമുക്ക് മരുന്നില്ലാതെ കഴിച്ചിലായല്ലോ എന്നുള്ളൊരു സംഭവമാണ് മക്കൾക്കുള്ളത്. അത്രയ്ക്ക് റിസൾട്ടാണ് നമ്മളെ ഈ കമ്പനിക്ക് കിട്ടുക. എന്താണ് പറയാൻ പറ്റുക, എല്ലാ ഇതിലേക്ക് വാങ്ങി ആരോഗ്യത്തിൽ വരുന്നത് ഭയങ്കര തൃപ്തിയാണ്. അതായത് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, എത്രയാണ് പറഞ്ഞത്. ഞാനിപ്പോ തൊഴിലുറപ്പിന് പോണ മനുഷ്യനാണ്, തൊഴിലുറപ്പിനൊക്കെ പോവുകയാണെങ്കിൽ എന്റെ കൂടെയുള്ള കിടക്കുന്ന അമ്മമാരൊക്കെ ഉണ്ട്, അവരൊക്കെ മുന്നിലേക്കാരം ഞാൻ എപ്പോഴും നിൽക്കുക. അപ്പൊ ഓര് പറയാ ഈ അമ്മാളേച്ചിക്ക് എന്റെ അമ്മാളെന്ന് വെച്ചതാ പറയാ, അമ്മാളേച്ചിക്ക് ഇപ്പൊ 16 വയസ്സ്, അത്രയ്ക്കും നല്ല ആരോഗ്യം കിട്ടിയിട്ടുണ്ട്. നിങ്ങള് കളിയാക്കിയോളി, നിങ്ങൾ കളിയാക്കിയാ നിന്നോളി, നിങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെ ചുരുണ്ട് പിടിച്ച് നടക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ രക്ഷപ്പെടും. വാങ്ങിയോളൂ താങ്ക് യു. അതായത് ആദ്യം വരെ ഇപ്പൊ സംസാരം വരെ അതാണ്. അതായത് 58-16 ഞങ്ങളുടെ രാജ്യത്തോടെ തമാശ പറയാറുണ്ട്, പ്രായത്തിൽ 58 ആണെങ്കിലും 16 പഠിക്കായി എന്ന് പറയാറുണ്ട്. അതേ രീതിയിലാണ് മാഡത്തിന്റെ ഡയലോഗ്. അതായത് നല്ല എനർജി, ഒരു പ്രായമുള്ള വ്യക്തിയുടെ എനർജി അല്ല. ഇന്ന് ഒരു 16 വയസ്സിന്റെ പഠിക്കയാണ് ഇന്ന് മാഡത്തിന്റെ സംസാരം. ആദ്യത്തെ ഗുഡ് മോർണിംഗ് മാരിയല്ല സംസാരിച്ചു വന്നപ്പോൾ എനർജി വയസ്സന്മാരെ യുവാക്കളാക്കുന്ന ഒരു എനർജിയാണ് മനസ്സിൽ ഞാൻ കണ്ടത്, ഈ വേദിയിരിക്കുന്ന എല്ലാവരും കണ്ടത്. താങ്ക് യു. എല്ലാവർക്കും ഇത് ഗുണം ചെയ്യുമാറാവട്ടെ, ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. നന്ദി, നമസ്കാരം. ഇത്തലോട്ട് അടുത്ത ആൾ കടന്നു വരൂ. ഹലോ, കമോൺ. മോർണിംഗ് ഓൾ. വെൽക്കം സാർ. ഞാൻ കൊറ്റിക്കുട്ടി മാഡത്തിന്റെ റിസൾട്ട് പറഞ്ഞപ്പോ ഞാൻ ഇതിന് മുന്നേ കേട്ടതാണ്. ഇതുപോലെയല്ല, ഇതിലും നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു, വളരെ രസകരമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള കൊറ്റിക്കുട്ടി മാഡത്തിന്റെ. സാറിന്റെ പേരെന്താണ്? എന്റെ പേര് സത്യൻ. സത്യൻ സാറ്, കോഴിക്കോട് NIT. ഓക്കെ. താങ്ക് യു സാർ. അപ്പോ മാഡം വളരെ രസകരമായ രീതിയിലാണ് ഈ ഒരു അവരുടെ റിസൾട്ട് അന്ന് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവര് ഒറിജിനലായിട്ട് അവർക്ക് കിട്ടിയ റിസൾട്ട് അതാ ഒരു മടിയില്ലാതെ അങ്ങ് പറയായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ഞാൻ കുറച്ചു നേരത്തെ സംസാരിച്ച അജിത് സാറ്, അദ്ദേഹം പറയുണ്ടായി അവരുടെ അമ്മയ്ക്ക് ഇത് ഉപയോഗിച്ചപ്പം വളരെ സീരിയസ് ആയി എന്നുള്ളത്. അപ്പൊ ഞാനായിരുന്നു അത് പരിചയപ്പെടുത്തിനെ. അപ്പൊ ആ സമയത്ത് ഈ അമ്മയ്ക്ക് ഇങ്ങനെ വലിയ പ്രശ്നമായി. അതിന്റെ ഇടയില് അദ്ദേഹം ഒരു പരിക്ക് പറ്റി കിടന്നുപോയി. അപ്പൊ അമ്മയ്ക്ക് ഇത് കൊണ്ടു കൊടുത്ത്, അനിയന്റെ അടുത്താണ് അമ്മ ഉള്ളത്.
അപ്പൊ എന്നോട് പറഞ്ഞ് അനിയൻ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഇത് കൊടുത്ത അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ് ആയിക്കോട്ടെ, അനിയന്റെ നമ്പർ ഒന്ന് തരാം വെച്ച്. അനിയന്റെ നമ്പർ തരാം. ഞാൻ പറഞ്ഞു എന്തെങ്കിലും പറയോ, ഇനി ഏതായാലും ഫോണിൽ കൂടി അല്ല, അടിയൊന്നും കിട്ടൂല എന്തായാലും. പറയാണെ പറയട്ടെ പറഞ്ഞു. ഞാൻ പറഞ്ഞ് നമ്പർ വാങ്ങി തരാം പറഞ്ഞു. അവനോട് തന്നെ ഒന്നും പറയുന്നില്ല, ആക്കെ ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ എന്തായാലും സംസാരിച്ചാളിയായിരുന്നു. കാരണം അനിയൻ ഇതിനെ പറ്റി കണ്ടിട്ടില്ലല്ലോ. അജിത് സാറാണ് ഈ ഡെമോ കാര്യമൊക്കെ കണ്ടിട്ടുള്ളൂ, കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ. അനിയൻ ഈ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് അനിയനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാൻ അതുകൊണ്ട് തന്നെ അനിയനെ വിളിച്ച് പറഞ്ഞ് നിങ്ങളെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും കാരണം നിങ്ങൾ ഇതിനെ പറ്റി അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷെ ഇതിന്റെ കാര്യങ്ങൾ ഇന്നതാണ് എന്നുള്ളത് ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. കാരണം അമ്മയ്ക്ക് അധികരിച്ചിട്ടുണ്ടെങ്കിലും അതൊരു വലിയ റിസൾട്ട് ആയിട്ട് തന്നെയാണ് നിങ്ങൾ കാണേണ്ടത്. കാരണം ഉള്ളിലേക്ക് കഴിക്കേണ്ട മരുന്നോ ഗുളിയോ ഇതിൽ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കട്ടെ നിങ്ങൾക്ക്. അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്ത് ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് അവർക്ക് തന്നെ വാട്സപ്പിൽ. അതിനുശേഷമാണ് വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഏതായാലും നല്ല റിസൾട്ടിലേക്ക് വന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞപ്പം നമ്മൾ കേൾക്കേണ്ടായി. കാരണം ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ്. അപ്പൊ അജിത് സാറിനെ ഞാൻ ഇത് പരിചയപ്പെടുത്തുന്ന അദ്ദേഹം മറ്റൊരു നെറ്റ്വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഞാൻ ഈ ഡെമോ കാര്യം കാണിച്ചപ്പോൾ അന്നേരം തന്നെ അദ്ദേഹത്തിന് ഒരു ആവേശം വന്ന് എന്നോട് പറഞ്ഞു ഞാൻ ഇത് ഇപ്പം തന്നെ സ്റ്റാറ്റസ് വെക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അന്നേരം തന്നെ സ്റ്റാറ്റസ് വെച്ച് എന്നോട് പറഞ്ഞു എന്റെ സാറുമാർ ഇപ്പൊ വിളിക്കുക തന്നെ ഇത് കണ്ടാല്. ആയിക്കോട്ടെ, അത് എനിക്ക് പ്രശ്നമില്ല, കാരണം അത് വെൽത്ത് ആണെങ്കിൽ ഇത് ഹെൽത്ത് ആണല്ലോ. അപ്പൊ ഇനി അവർക്ക് ഹെൽത്ത് കൊടുക്കാൻ ഈ ഒരു അവസരം എനിക്ക് ഉപയോഗിക്കാലോ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വാങ്ങിയത് തന്നെ. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം അത് വളരെ അധികം ആയിട്ട് പ്രവർത്തിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്കാണ് അദ്ദേഹത്തിന് ചെറിയൊരു ആക്സിഡന്റ് പറ്റി കടന്നുപോയത്. അതൊരു വലിയൊരു സങ്കടമുണ്ട്. ഏതായാലും അത് ഒക്കെ റെഡിയായി വന്നാൽ നമ്മൾ കൂടെ കട്ടയ്ക്ക് നിൽക്കാം എന്ന് ഇപ്പോഴും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ, കാരണം ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ഏതൊരു ആളുകളെയും നമ്മുടെ സ്വന്തം ആളാക്കി മാറ്റാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. കാരണം നമുക്ക് ഒരു പരിചയം ഇല്ലാത്ത ആളുകളെ പോലും നമ്മുടെ വേണ്ടപ്പെട്ട ആളായിട്ട് നമ്മൾ ഒരു കുടുംബ സുഹൃത്തായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരും വാങ്ങുക, ഉപയോഗിക്കുക, അത് മറ്റുള്ളവരെ കൊണ്ട് ഉപയോഗിപ്പിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അറിഞ്ഞോടത്തോളം നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാല് ഈ ബയോട്ടോറിയം കമ്പനിയുടെ നെറ്റ്വർക്ക് സിസ്റ്റമാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും പ്രശസ്തി ആർജിച്ചിട്ടുള്ള ബിസിനസ് പ്ലാൻ. മനസ്സിലായോ? ഇവിടെ പലരും പല അവകാശങ്ങളും ഉന്നയിക്കുന്നുണ്ട്. വെറും പാഴ്വാക്കുകളാണത്. ബയോട്ടോറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് മേടിച്ച് നമ്മുടെ ലെഫ്റ്റിനായിട്ടും രണ്ടാളെ നമ്മൾ പ്ലേസ് ചെയ്ത് അവർക്ക് വർക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദിവസം കിട്ടാവുന്ന വരുമാനത്തിന്റെ കണക്കൊന്നും ഞാനിപ്പോ പറയുന്നില്ല, ആ വേദിയല്ലത്. മറ്റുള്ള കമ്പനിയിൽ മാസം നമ്മൾ 10,000-നും 20,000-നും 25,000-നും സാധനങ്ങൾ മേടിച്ച് എവിടെന്നെങ്കിലൊക്കെ ഉള്ള കമ്മലും മാലൊക്കെ വിറ്റ് ചുട്ടി മേടിച്ച് ഇത് വീട്ടിൽ വെക്കണം. മാസം മേടിച്ച് ഉപയോഗിക്കാനായിട്ട് 2,000-3,000 ഒന്നും സാധാരണക്കാരെ മുടക്കാൻ പറ്റൂല. മനസ്സിലായിട്ടുണ്ടാ? ലാസ്റ്റ് അവിടെ വെച്ച് നെറ്റ്വർക്ക് ക്ലോസ്. പിന്നെ നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇല്ല കേട്ടോ, അയ്യോ ഞാൻ ആകെ തകർന്ന്. എന്തുകൊണ്ടാണ്? മാസം പർച്ചേസിംഗ് ആണ്. അതല്ലെങ്കിൽ പണം ഇട്ടുകാഞ്ഞിട്ട് ഈ പലിശ മേടിച്ചിട്ട് കുറെ കോടിയാവുമ്പോ അവര് പോകും, നമ്മൾ ലാസ്റ്റ് വെട്ട്. ഇതാണ് നെറ്റ്വർക്കുകൾ. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റോ തെറാപ്പി സാഗർ ജോഷി സാറിന്റെ സിസ്റ്റം, അതുകൊണ്ടാണ് ഗവൺമെന്റ് അംഗീകരിച്ചത്. പ്രോഡക്റ്റും ബിസിനസ് പ്ലാനും ഇത്രയും അവാർഡും റിവാർഡും ഒക്കെ നമുക്ക് കിട്ടാൻ കാരണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ നിൽക്കുന്ന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും മനുഷ്യന് ഉപകാരപ്രദമായിട്ടുള്ള ഒരു മേഖലയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു ബോധം നമ്മളിൽ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ ഒന്നുകൂടി ഉണർത്തുന്നു. താങ്ക് യു സുരേഷ് സാർ. അടുത്ത ആൾക്ക് കടന്നു വരാം. താങ്ക് യു, വെൽക്കം. അടുത്ത ആള്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്റെ കേൾക്കാമോ സലീമിക്ക? കേൾക്കാം. അതാണ് ഒരു പ്രശ്നം. എന്റെ പേര് ഗീത സുരേഷ് എന്നാണ്. ഞാൻ എടത്തല പഞ്ചായത്ത് ആണ് താമസിക്കുന്നത്. എനിക്ക് പ്രോഡക്റ്റ് തന്നത് കളമശ്ശേരി എറണാകുളം യൂനിസ്ബായി ആണ്.
ഞാനൊരു ഷുഗർ പേഷ്യന്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ വളരെയധികം വർദ്ധിച്ച് വളരെ അവശയായി കാലൊക്കെ പൊട്ടി പഴുത്ത് ജീവിതം അവസാനിച്ചെന്ന് വിചാരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അന്ന് ഇത് ഉപയോഗിച്ച ഒരു 6 മാസം കൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് ഒക്കെ കിട്ടി. നല്ല ഉന്മേഷവതിയായി വീണ്ടും പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരികയും നമ്മുടെ ഈ വെള്ളവും ഒക്കെ നന്നായി ഉപയോഗിച്ചതിന്റെ ഗുണം അങ്ങനെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. എനിക്ക് ഇപ്പൊ പറയാനുള്ളത് മെയിനായിട്ട് ഞാൻ അങ്ങനെ മരണത്തിനോട് മല്ലടിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചത്. ഇപ്പൊ എനിക്ക് 2 വർഷമായിട്ട് ഹെൽത്തും വെൽത്തും ഉള്ള ഒരു ആളാണ് ഞാൻ. എനിക്ക് ഈ ഒത്തിരി ആളുകളിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് ആണ്. പിന്നെ പറയാനുള്ള ഒരു കാര്യം കൂടി സലീമിക്ക, എനിക്ക് ഈ കഴിഞ്ഞ ഞായറാഴ്ച, അതായത് 2-3 വർഷമായിട്ട് ഞങ്ങളുടെ ശാഖയില് 2 വീലർ റാലി ഉണ്ട്. അപ്പൊ അതിലൊന്നും ഞാൻ പങ്കെടുക്കാറില്ല 2-3 വർഷമായിട്ട്. കാരണം എന്റെ കാലം എനിക്ക് അത്രയ്ക്ക് പാടില്ലാണ്ടായിപ്പോയി, തൂക്കിയിട്ടിരിക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാ ഞാൻ ഇന്ന് വളരെ സന്തോഷവതിയാണ്. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ അതിൽ പങ്കെടുത്തു. എനിക്ക് രാവിലെ ഒരു 8 മണി മുതല് രാത്രി 9 മണി വരെ 2 വീലർ തന്നെയായിരുന്നു. ഞങ്ങൾ ആലുവ ആശ്രമത്തിൽ നിന്ന് എല്ലാ ശാഖകളും സന്ദർശിക്കുകയും വൈകിട്ട് 9 മണിക്ക് വീട്ടിലെത്തിയിട്ടും എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ ഞാൻ വളരെ ഉന്മേഷവതിയാണ്. നമ്മുടെ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഞാൻ ഇന്ന് പുനർജന്മത്തിലാണ്. വളരെ സന്തോഷവതിയാണ്, ഒത്തിരി ആരോഗ്യവതിയാണ്, അതുപോലെ തന്നെ ഹെൽത്തും വെൽത്തും ഉണ്ട്. ഓക്കെ സലീമിക്ക. താങ്ക് യു മാഡം, താങ്ക് യു. ഇതാണ്, അതായത് ഷുഗർ എന്നൊരു അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പോയി. ആളുകൾ പറയും എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് കൺട്രോളാണ്. എന്ത് കൺട്രോള്? ഷുഗർ പുറത്തുനിന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ്. മറിച്ച് നമ്മുടെ പ്രോഡക്റ്റുകൾ കൂടി ബോഡിക്ക് ആഡ് ചെയ്ത സമയത്ത് കിട്ടിയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാൻക്രിയാസ് ഇതിന്റെ പ്രവർത്തനം, അതിന്റെ ബീറ്റോസെല്ലിൽ പ്രവർത്തിക്കാൻ അതിന് വേണ്ടുന്ന ന്യൂട്രീഷൻസും ഓക്സിജനും കറക്റ്റായിട്ട് എത്തിച്ചു കൊടുക്കാൻ പ്രാപ്തിയുള്ള പ്രോഡക്റ്റാണ് നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ്. അതുകൊണ്ടാണ് അവർക്ക് ഷുഗർ കുറയാന്ന് പറഞ്ഞാൽ അതായത് പാൻക്രിയാസിന്റെ കേട് മാറാനുള്ള കാരണം. ഇത് എന്റെ വൈഫിനുണ്ട് ഈ പ്രോബ്ലം. എന്റെ വൈഫിന് ഇതേപ്പോ ഷുഗറിന് 3 മാസമായി മരുന്ന് കഴിച്ചിട്ട് 3 മാസമായി. അതായത് അവർക്ക് വേണ്ടുന്ന, അതായത് നമ്മുടെ പാൻക്രിയാസിന്റെ ബീറ്റോസെല്ല് നമുക്ക് ആവശ്യമുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പരുവത്തിലേക്ക് വരും. അതായത് നമ്മുടെ ഓർഗൻസിനെ പ്രിവെന്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളത്. അതായത് പ്രിവെൻഷനാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ ബേസ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇങ്ങനെയുള്ള റിസൾട്ടുകൾ പറയാനാണ് നമ്മൾ ഇതിനകത്ത് മടിച്ചിരിക്കുന്നതും ജനങ്ങളോട് പറഞ്ഞ് ഇത് ബോധിപ്പിക്കാനും മടി കാണിച്ചിരിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്, എല്ലാവരും അല്ല കേട്ടോ. അപ്പോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പൊ നമ്മള് എപ്പോഴും സാഗർ ജോഷി സാറിനെയും മനോജ് സാറിനെയൊക്കെ നമ്മൾ നമിച്ചുകൊണ്ടേ ഇതിനകത്ത് പ്രവേശിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഓക്കെ, താങ്ക് യു വെരി മച്ച് മാഡം. അടുത്ത വ്യക്തികൾ ആരാണെന്ന് വെച്ചാൽ കയറി പറഞ്ഞിട്ടുണ്ട്, സമയം കളയരുത്. ഓക്കെ, ഗുഡ് മോർണിംഗ് സലീമിക്ക. ഗുഡ് മോർണിംഗ്. എന്റെ പേര് സുനിൽ, എറണാകുളം വൈപ്പിൻ സ്വദേശം. വെൽക്കം സാർ. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വേണ്ടിയാണ് ലോകാസമസ്ത സുഖനോ ഭവന്തു എന്ന് പറഞ്ഞേക്കുന്നത്. ലോകത്തിലുള്ള എല്ലാവർക്കും സുഖം കിട്ടാനുള്ള നമ്മുടെ പ്രൊഡക്റ്റാണ്. അത് മറ്റുള്ള എല്ലാവർക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രമാണ്. ചിലവരിപ്പോ നമുക്ക് കിട്ടിയാക്കുന്ന റിസൾട്ട് വരെ പറയാനായിട്ട് മടിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇന്നലെ അങ്ങ് കോഴിക്കോട് കൊണ്ടുണ്ടായിരുന്നു ലീഡേഴ്സ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഓരോരുത്തരെ ഇന്നലത്തെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന അനുഭവം പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ലാസ്റ്റ് പറയാന്ന് പറഞ്ഞിട്ട് എനിക്ക് ലാസ്റ്റ് ടൈം കിട്ടിയില്ല. അപ്പൊ ഇതിന്റെ റിസൾട്ടുകൾ ഓരോ ദിവസവും നമുക്ക് മെച്ചപ്പെടുത്തിക്കൊണ്ട് പോന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ട്രെയിനിൽ വെച്ച് ഇന്നലെ ഒരാളെ പരിചയപ്പെടുത്തി. പുള്ളി ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന പുള്ളിക്കാരനാണ്. അവിടെ വെച്ച് തന്നെ ഞാൻ സംസാരിച്ച് ഡെമോ കൊടുത്ത് അങ്ങനെ പുള്ളി നമ്പർ തന്നു നമ്മുടെ പ്രൊഡക്റ്റിന് ഡീറ്റെയിൽ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ റിസൾട്ടുകൾ കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നലെ വരുന്ന വഴി എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അച്ഛൻ മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരു 10-73 വയസ്സുണ്ടാവും. അപ്പൊ പുള്ളി
അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് 2 ആഴ്ചയായി. മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ ഇപ്പൊ 2.5 ലക്ഷം രൂപ വാങ്ങിച്ചെടുത്ത്. പക്ഷെ ആക്ക് ബോധം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷെ ട്രീറ്റ്മെന്റ് നടക്കണ്ടെന്നാണ് ഡോക്ടർമാരോട് ചോദിച്ചപ്പോ പറയുന്നത്. പക്ഷെ പുള്ളിനെ ഡിസ്ചാർജ് ചെയ്യണില്ല. അങ്ങനെ ഞാൻ ഇന്നലെ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇതാക്കിയിട്ട് ഇന്ന് റിസ്റ്റ് അവിടെ അവർ കയറ്റുമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ഈ റിസ്റ്റ് ബാൻഡെങ്കിലും കൈക്ക് കെട്ടിക്കൊടുത്തിട്ട് പുള്ളിക്ക് ബോധമെങ്കിലും കറക്റ്റായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഡിസ്ചാർജ് ചെയ്തോ, ഞാനുണ്ട് കൂടെ. ഇതിനേലും വലിയ അസുഖങ്ങളൊക്കെ മാറ്റിയേക്കുന്ന പ്രൊഡക്റ്റാണ്, ഇത് ധൈര്യമായിട്ട് ഇരിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ട് ഞാൻ വാട്സാപ്പിലെല്ലാം ഡീറ്റെയിൽ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് ഈ റിസ്റ്റ് ബാൻഡ് എങ്ങനെയെങ്കിലും പുള്ളിക്കൊണ്ടേ കൊടുക്കും. അതല്ലെങ്കിൽ നമ്മളെ പില്ലോ പാഡ് എങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഈ മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ആളിറക്കാനുള്ള ഇത് ഞാൻ അവനോട് ധൈര്യം കൊടുത്തിട്ട് എല്ലാം റെഡിയാക്കി നിർത്തിയാക്കണേണ്. അപ്പം ഇന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് 2-3 ദിവസം റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പൊ എല്ലാവരും അവരവരുടെ റിസൾട്ട് കിട്ടിയതും നമ്മ പേടിക്കാതെ നമ്മ ഓരോ ദിവസവും ഓരോ മിനിറ്റും ഇതിനു വേണ്ടി നമ്മ ചെലവാക്കണമെന്ന് തന്നെ ഞാൻ എൻ്റെ ഭാഷയിൽ, ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ ജയ് ബയോട്ടോറിയം ആൾക്കാർ പറയുന്നത് ഭാരത് മാതാക്ക് ജയ് വിളിക്കുന്നത് പോലെ തന്നെ ഇത് നമ്മ നെഞ്ചിലേറ്റി പ്രവർത്തിക്കണമെന്ന് എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ഗുഡ് മോർണിംഗ്. അതായത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണോട്ടോ സാറേ തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയുന്നേ. നമുക്ക് കെട്ടാൻ അവരെ കൊണ്ട് കെട്ടിപ്പിക്കാം, അവരുടെ മക്കളെ കൊണ്ട് കെട്ടിപ്പിക്കാം. മറിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാൻ ഞാൻ എന്ന് ഒരു വാക്ക് നമ്മൾ ആരോടും പറയരുത്. വേറൊന്നുമല്ല, നമ്മളിത് കൊടുക്കുന്നത് മരുന്നൊന്നുമല്ല. അതായത് നമ്മുടെ അതായത് ആ വ്യക്തിയുടെ സമയം അത്ര ഉള്ളൂ. അദ്ദേഹം എങ്ങാനും മരണപ്പെട്ടു പോവുകയാണെങ്കിൽ നമ്മൾ ചെയ്യിച്ചിട്ടാണ്, നമ്മള് സാറ് പറഞ്ഞിട്ടാണ് ഡിസ്ചാർജ് ആക്കിയത് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകും. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി അവർ സ്വയം ഡിസ്ചാർജ് ആയി വന്നിട്ട് ആ മനുഷ്യന് ആത്മാവിന് അതായത് പൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രോഡക്റ്റ് സാറ് കൊടുത്തോ റിസൾട്ട് കിട്ടിയിരിക്കും. പിന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് ഒറ്റയടിക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിനകത്തുള്ളത്, ഒറ്റയടിക്ക് എല്ലാ പ്രോഡക്റ്റും ഉപയോഗിപ്പിക്കരുത്. അങ്ങനെ ക്രിറ്റിക്കൽ ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടത് നമ്മൾ ഈ വെള്ളം അവരുടെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ട് കിഡ്നി കമ്പനിയിലുള്ളതാണ് അത്രയും കുടിപ്പിക്കാൻ പാടില്ല. അതിന്റെ അളവുണ്ട്, ആ അളവ് അനുസരിച്ച് കുടിപ്പിക്കുക. റിസ്റ്റ് പാഡ് കൈമേൽ കെട്ടി കൊടുക്കുക. എന്നിട്ട് അവർക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് അതുകൊണ്ട് വന്നിട്ട് മാത്രമേ നമ്മൾ 1-2 ആഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു പെരുദോഷം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോ അങ്ങനെയും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ഇട്ട് കണ്ട് അപ്പൊ തന്നെ കിടക്കാനൊന്നും ഇത് കൊടുക്കരുത്. നമ്മള് ഓരോരുത്തരുടെ ഓരോ വ്യക്തികളുടെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ അനുസരിച്ചിട്ട് വേണം ചെയ്യിക്കാൻ. കാരണം ഞാൻ ഇപ്പൊ അടുത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വ്യക്തിക്ക് ക്രിറ്റിക്കൽ ആയിട്ടുള്ള മനുഷ്യനാണ്. 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ മാട്രസ് നമുക്ക് കിടത്തിയുള്ളൂ. അതുവരെ വെള്ളവും കുടിപ്പിച്ച് റിസ്റ്റ് ബാൻഡും കെട്ടി ഞാൻ പോയി നോക്കി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇപ്പൊ റിസൾട്ടായി അവർ വിസനത്തിലേക്ക് വരാനായിട്ട് നിൽക്കുന്നു. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ അത് നമ്മൾക്ക് ഗ്യാരണ്ടി അവരോട് പറയരുതെന്ന് റിക്വസ്റ്റ് ആണ്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. സാറിന്റെ ഒരു ആത്മാർത്ഥത, മനസ്സ്, ഇതിന്റെ വിശ്വാസം, അതിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. പറയൂ. ഇങ്ങനൊരു പ്രശ്നമുണ്ട്. തുമ്മല് ഹലോ ഹലോ എനിക്കൊരു 30 കൊല്ലത്തെ അലർജി. പേര് പറഞ്ഞില്ല സാറേ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇതിനകത്തുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ കൊല്ലം ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റ് ആണ്, ശ്രീകുമാർ. ഞാനിപ്പം ഈ 2 ദിവസം മുമ്പ് നമ്മുടെ ഓഫീസിൽ ഒരു ചാനലുകാർ വന്നു ഇതിന്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട്. അദ്ദേഹം വന്നപ്പോഴ് അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്കിപ്പം ഭയങ്കരമായിട്ട് മൈഗ്രെയിൻ ആണ്. അന്നേരം മൈഗ്രെയിൻ ഉണ്ട്. അന്നേരം ഞാൻ ചോദിച്ചത് എപ്പം മാറുമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ് അത് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ മാറും.
എന്ന് പറഞ്ഞു. ഞാൻ ഇതിന്റെ അദ്ദേഹം വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പം തന്നെ ഒരു റിസ്റ്റ് ബാൻഡ് എടുത്ത് കൊടുത്തു, നെറ്റി കെട്ടി. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പം അദ്ദേഹം അഴിച്ചിട്ട് പറഞ്ഞു എന്റെ മൈഗ്രെയിൻ മാറിയെന്ന്. അദ്ദേഹം വീഡിയോ ഇട്ടു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അന്നേരം തന്നെ എന്റെ ഇന്നൊരു പ്രോഡക്റ്റും മേടിച്ചോണ്ടാ പോയത്. പിന്നെ എനിക്ക് എല്ലാവരോടുമായിട്ട് കോമൺ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, നമ്മള് ഇന്ന് ഇതിൽ ഉപയോഗിക്കുന്ന ഒരു 90% പേരും ഇത് കൃത്യമായിട്ട് ഇപ്പോഴും നമ്മള് 8 മണിക്കൂർ മാത്രമാണ് നമ്മൾ ഈ ബെഡിൽ കിടക്കുന്നത്. ബാക്കി 16 മണിക്കൂർ സമയം നമ്മൾ ഈ റിസ്റ്റ് ബാൻഡ് നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ ആ 8 മണിക്കൂർ കൊണ്ട് കിട്ടുന്ന ആ മാഗ്നറ്റിക് പവർ ആ 16 മണിക്കൂർ കൊണ്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് പോകും, വീണ്ടും 0 ആയി വീണ്ടും രാത്രി കിടക്കുമ്പോൾ കിട്ടുന്നു. ഇതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. നമ്മൾ മൊബൈലിന്റെ റേഡിയേഷൻ നമ്മൾ ഡെമോ ചെയ്യുമ്പോൾ അറിയാം, എല്ലാവരും ഡെമോയൊക്കെ കാണിച്ചു കൊടുക്കും. ഡെമോ ചെയ്യുമ്പോൾ അറിയാം നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന റേഡിയേഷന്റെ എഫക്റ്റ്. അന്നേരം നമ്മൾ 8 മണിക്കൂർ ബെഡിൽ കിടന്നിട്ട് 16 മണിക്കൂർ വീണ്ടും ഇത് ഉപയോഗിക്കാതിരുന്നാൽ വീണ്ടും നമ്മൾ 0-യിലെത്തും. ഈ ആളുകൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്. കൃത്യമായിട്ട് ഈ റിസ്റ്റ് ബാൻഡ് ഉപയോഗിച്ച് വെള്ളം കൃത്യമായിട്ട് കുടിച്ച് ഈ ബെഡ് ഉപയോഗിക്കുന്നവർക്ക് ഒരാൾക്ക് പോലും നെഗറ്റീവ് ഇല്ല. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് റിസ്റ്റ് ബാൻഡ് കെട്ടാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ കൊടുക്കുന്ന ആളുകളോട് റിസ്റ്റ് ബാൻഡ് കെട്ടാനും വെള്ളം കുടിക്കാനും പറ്റത്തില്ല എന്ന് പറയുന്നവർക്ക് പരമാവധി ഈ പ്രോഡക്റ്റ് കൊടുക്കാതിരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. അതായത് സാറൊക്കെ എല്ലാ ദിവസവും ഇതിൽ കയറിയിട്ട് ഇതേപോലെയുള്ള ചില നല്ല നല്ല കാര്യങ്ങൾ പറയുന്നു സാറേ. അതായത് ശരിയാണ് സാറ് പറഞ്ഞത്, ഒരു കച്ചവടം വേണ്ട, ഒരു കച്ചവടം നമുക്ക് വേണ്ടാന്ന്. ഞങ്ങളുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് ഞങ്ങൾ പറയുന്ന രീതിയിൽ ഉപയോഗിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിക്കോ. നിങ്ങൾ ഹോസ്പിറ്റലിൽ ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള പാർട്ടികളല്ലേ. ഡോക്ടർ നിങ്ങൾക്ക് ഒരു 10 ഗുളിക എഴുതിയിട്ടുണ്ടെങ്കിൽ രാത്രി 1:30 മണിക്ക് അലാറം വെച്ച് കളിക്കാൻ എഴുന്നേക്കാൻ പറയും, രാത്രി 3 മണിക്ക് കഴിക്കാൻ പറയും, അപ്പൊ അലാറം വെച്ച് എഴുന്നേക്കും. അതേപോലെ 12 മണിക്ക് കഴിക്കാൻ പറയും. മറിച്ച് നമ്മുടെ ബയോട്ടോറിയം പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറഞ്ഞു. അത് ഞാനവിടെ വീട്ടിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പാടില്ല, കറക്റ്റ് ഉപയോഗിക്കാത്തതാണ് തിരിച്ചു വെച്ച് അവരുടെ കാശാണ് കൊടുക്കാന്നാണ് എനിക്ക് ശ്രീകുമാർ സാറിന്റെ അതേ ഭാഗം തന്നെ പറയുന്ന വ്യക്തിയാണ് ഞാൻ. എന്റെ പ്രോഡക്റ്റ് ഞാൻ പറയുന്ന മാതിരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ ഇന്ന ബെനിഫിറ്റുകൾ ഉണ്ടാവുമെന്ന് നമുക്ക് ചങ്കുറപ്പോട് കൂടി പറയാൻ കഴിയണം. അവിടെയാണ് നമ്മളെ മിടുക്ക്. ഉപയോഗിക്കാത്തവർക്ക് കൊടുക്കണ്ട, ഈ സാധനത്തിന് ചെയ്താക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ഭാഷാറ്റിപ്പണി മാത്രം കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടിയ അവർക്ക് എല്ലാവർക്കും റിസൾട്ട് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ നിങ്ങളുടെ മരുന്ന് കൊള്ളൂല എന്ന് പറയും. അപ്പൊ ആയതുകൊണ്ട് ഞാൻ ശ്രീകുമാർ സാറ് പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. നന്ദി, നമസ്കാരം സാറ്. സാറ് എല്ലാ ദിവസവും സൂമിൽ കയറണമെന്ന് ഞാൻ സാറിനോട് വിശദമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. അപ്പൊ നമ്മുടെ മനോജ് സാറ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കിനി റിസൾട്ടുകൾ അടുത്ത ഞായറാഴ്ച പറയാം. നമുക്കിനി മനോജ് സാറിന്റെ കുറച്ച് വാക്കുകൾ നമുക്ക് എല്ലാവർക്കും കേൾക്കാം. ആയതുകൊണ്ട് മനോജ് സാറിനെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. മനോജ് സാറിന് ബയോട്ടോറിയത്തിനകത്ത് വന്നിട്ടുള്ള എല്ലാവരുടെയും പ്രാർത്ഥന സാഗർ ജോഷി സാറിന് കിട്ടുമ്പോൾ തന്നെ മനോജ് സാറിനും കിട്ടുന്നുണ്ട്. ഞങ്ങളൊക്കെ പള്ളിയിൽ കയറി നമസ്കരിക്കുമ്പോ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനൊരാള് മാത്രമല്ല, എല്ലാവരും നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ, നിങ്ങളുടെ ആരോഗ്യവും ആയുസ്സും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാനുള്ളത് വേറൊന്നുമല്ല. ലോകത്ത് രാജ്യത്ത് മനുഷ്യന് നന്മ കിട്ടാൻ, ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് ത്യാഗം അനുഭവിച്ച വ്യക്തിയാണ് മനോജ് സാറ്. മനോജ് സാറെന്ന വ്യക്തി അന്ന് ഈ സാധനം എറണാകുളത്ത് ചെന്നിട്ട് ആ ഹോട്ടലിൽ നിന്ന് കട്ടഞ്ഞായം കുടിച്ച് കൊതുകൊടിയും കൊണ്ടിരുന്ന് മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇന്ന് എവിടെയൊക്കെ ആയിരിക്കും, കുറെ ആൾ ഇതിനകത്ത് നിന്ന് കുഴിയിൽ പോയിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതിനൊക്കെ ഒരു കാരണമായിട്ടുള്ള മനോജ് സാറ് ഇതിനെപ്പോഴും നമ്മൾ നമിച്ചിരിക്കും എന്നുള്ളതാണ്. അപ്പോ മനോജ് സാറിനെ ഞാൻ പൂർവാധികം ഈ വേദിയിലേക്ക് ഈ പ്രോഗ്രാം ഇന്ന് കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സാർ. ഓക്കെ താങ്ക് യു സലീം ക, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഇന്ന് വളരെ സന്തോഷത്തിലാണ് ഞാൻ. കാരണം ഇത്രയധികം റിസൾട്ടുകൾ കിട്ടിയ ഈ പ്രൊഡക്റ്റ് കേരളത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതിൽ ദൈവത്തിന് ആദ്യം നന്ദി രേഖപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തുതി. സലീമൊക്കെ പറഞ്ഞ പോലെ അന്ന് രാത്രിയിൽ 9 മണിക്ക് അല്ലേ ശശി സാർ വരുന്നവരെ അവിടെ ബസ് സ്റ്റാൻഡിൽ കൊതുകടി കൊണ്ടിരുന്ന് ക്ഷമയോടെ കാത്തിരുന്ന്, അതാ ഞാൻ എപ്പോഴും പറഞ്ഞത്, ക്ഷമ വേണമെന്നുള്ളത്. അദ്ദേഹം വന്നപ്പോൾ അത് കേൾക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും സ്റ്റഡി ചെയ്യാനും ഒക്കെ തയ്യാറായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കൊള്ളാം,
എന്ന് മനസ്സിലാക്കിയപ്പോൾ, ഇതിന്റെ സയൻസിനെ കുറിച്ച് പഠിച്ചപ്പോൾ, മാഗ്നറ്റിക് തെറാപ്പി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ച പാരമ്പര്യമുള്ള, എത്രയോ വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ആൾട്ടർനേറ്റീവ് തെറാപ്പി ഇതിനെ കുറിച്ച് ബോധ്യപ്പെട്ടപ്പോൾ, ആധികാരികമായിട്ട് നമ്മുടെ രാജ്യത്ത് അത് മാർക്കറ്റ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ, ആയുഷ് മിനിസ്ട്രിയുടെ അംഗീകാരം കൂടി ഈ മാഗ്നറ്റോ തെറാപ്പിക്കുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ കുറേയും കൂടി ആവേശത്തോടെ അത് ഏറ്റെടുക്കുകയും ഞാനും നിങ്ങളെ പോലെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുകയും 22 വർഷമായിട്ടുണ്ടായിരുന്ന ഷുഗർ, അതുപോലെ തന്നെ BP, ഷുഗർ തുടങ്ങിയിട്ട് 10 വർഷമായിട്ടുള്ളൂ. ചെറിയ ചെറിയ മരുന്നും ചുട്ടുവിദ്യകളൊക്കെയാണല്ലോ ആദ്യം ഷുഗർ വന്നാൽ നമ്മളൊക്കെ തുടങ്ങുക അല്ലെ. ഉലുവ കഷായം കുടിക്കുക, വെണ്ടക്ക രാവിലെ കഴിക്കുക, ഒരു വയറ്റിൽ കഴിക്കുക, ഇങ്ങനെയുള്ള ചില ചില ചുട്ടുവിദ്യകളും ഭക്ഷണം കുറക്കലും ഒക്കെ ആയിരുന്നു. ഇപ്പം മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ണമൊന്നുമില്ല, പക്ഷെ വണ്ണമില്ലെങ്കിലും എൻ്റെ മനസ്സിന് നല്ല വണ്ണമാണ് കേട്ടോ. ശരീരത്തിന് വണ്ണം കുറവാണ്, പക്ഷെ മനസ്സ് ഭയങ്കര സ്ട്രോങ് ആണ്. കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ SGPT SGOT കൂടുന്നൊരു സംഭവം ലിവറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അത് പലർക്കും ഉണ്ട് ഇപ്പോൾ. കാരണം നമ്മൾ പൊല്യൂഷൻ എയർ പൊല്യൂഷൻ അത് വരും സ്വാഭാവികമായിട്ടും. അതുപോലെ ഭക്ഷണത്തിലുള്ള മായങ്ങള്, കെമിക്കൽസ്, പെസ്റ്റിസൈഡ്സ് ഇതൊക്കെ അതിനകത്ത് വരുന്നതുകൊണ്ട് ആ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇതൊക്കെ കുറച്ചെണ്ണത്തിന് ഹോമിയോപ്പതി, കുറച്ചെണ്ണത്തിന് അലോപ്പതി, ഇങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്നാ ഒരു പരീക്ഷണ നിലയിൽ നിങ്ങളൊക്കെ പോലെ തന്നെ ഒരു പരീക്ഷണം, നിങ്ങൾ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ശല്യപ്പെടുത്തിയപ്പോഴായിരിക്കും നിങ്ങൾ കുറെ 100 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അല്ലേ, വലിയ ഡോക്ടർമാരെ ചോദിക്കും പോലെ 100 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങളും വന്നിട്ടുണ്ടാകുക. അപ്പൊ ഞാൻ അങ്ങനെ സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കി എന്തായാലും ഒന്ന് വാങ്ങി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. എന്റെ അവസ്ഥയൊക്കെ വാങ്ങാൻ പോലും കുറച്ച് ദിവസം എടുത്തു. അങ്ങനെയാ ഒരു വാട്ടർ എനർജി പാഡും ഒരു റിസ്റ്റ് ബാൻഡുമാണ് ആദ്യം പർച്ചേസ് ചെയ്തത്, കാശില്ലാത്തതുകൊണ്ട്. അത് ഉപയോഗിച്ചു. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ തട്ടിക്കൂട്ടി വീണ്ടും അടുത്ത ഒരു ഐഡിയയും കൂടെ ക്രിയേറ്റ് ചെയ്തു വൈഫിന്റെ പേരിൽ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ 7400 6800 സെറ്റ്, ആ സെറ്റ് സിംഗിൾ സെറ്റ് 6800 തുടക്കം. ആ സെറ്റ് അതാണ് ഇപ്പൊ അതിപ്പോ ഇതില് 8400 ഇപ്പൊ. അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ സൂപ്പർ ഡീലക്സ് 9800. ഇപ്പൊ എല്ലാവരും സൂപ്പർ ഡീലക്സ് അല്ലെങ്കിൽ പ്രീമിയം മാത്രമേ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാവൂ. 9800 സിംഗിള്, 10700 പ്രീമിയം സിംഗിള്. ഡബിൾ ആണെങ്കിൽ 16500, 19300. ഇതാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ടത്. അതാകുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നുള്ളതാണ്. അങ്ങനെ ഉപയോഗിച്ച് കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി. ലാബിൽ ചെന്ന് കൈ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അവിടുന്ന് അല്ലെ നല്ല സിസ്റ്റർമാർ വന്ന് നോക്കിയിട്ട് പറയാം നോർമൽ ആണല്ലോ. നമ്മൾ ചെറുപ്പക്കാരനായിട്ടുണ്ട് ഇപ്പൊ അല്ലെ, നമുക്ക് പരിചയമുള്ള ലാബാണ്. നേരത്തേക്ക് ഇങ്ങനെ മുകളിലോട്ട് നിൽക്കുന്നത് ഇപ്പൊ നോർമലിലേക്ക് വന്നു. BP കൈ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി അവിടെ ചെന്നിട്ട്. പരിചയമുള്ള കുട്ടികളാണ് അവിടെ. അപ്പൊ ഞാൻ ചിരിച്ചോണ്ട്, ഞാനിപ്പോ ചെറുപ്പക്കാരനായി, കളവാനൊന്നും അല്ല, ചെറുപ്പക്കാരുടെ BP പോലെ ആയി എന്ന് പറയുമ്പോ കുട്ടികളൊക്കെ ചിരിക്കാം. എന്താ സാറേ ഇത് എന്നൊക്കെ ചോദിക്കും. അത് കണ്ട കൈ കിട്ടിയ കണ്ട ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. ഷുഗർ മെല്ലെ നോർമൽ ആവാൻ തുടങ്ങി. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ മെഡിസിൻ കംപ്ലീറ്റ് നിർത്തി. 22 വർഷത്തെ മെഡിസിനായി കംപ്ലീറ്റ് നിർത്തി. അതിനിടയിൽ തന്നെ ഞാൻ പല സുഹൃത്തുക്കളോട് ഷെയർ ചെയ്തപ്പോൾ പലർക്കും നിങ്ങളോടൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെന്തിനാണ് ആശുപത്രി, എന്താണ് ഇതിന്റെ സയൻസ് എന്നൊക്കെ ചോദിക്കും ആളുകൾ. അത് അവരെ കുറ്റപ്പെടുത്താം, അവരോട് നമ്മൾ ചൂടാകരുത്. അപ്പം ഈ സംശയങ്ങൾ കൂടുതൽ ചോദിക്കുന്ന ആൾ നമ്മുടെ കൂടെ വരാനുള്ളതാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? കുറേ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ കൂടെ വരും. എല്ലാം എസ് എന്ന് പറയുന്നവര് അവസാനം ബൈ എന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്യും കേട്ടോ. ഞാൻ ഒന്നുകൂടെ ആലോചിക്കട്ടെ, പറയാം. അവരൊന്നും എടുക്കത്തില്ല. ഈ സംശയങ്ങൾ ഉണ്ടാകുന്നത് അവർക്ക് ഇതോട് താല്പര്യമുള്ളത് കൊണ്ടാണ് അവർ സംശയം. ഇപ്പൊ സംശയങ്ങൾ ചോദിക്കുമ്പോൾ അവൻ എടുക്കില്ല കേട്ടോ, അവൻ ഭയങ്കര സാധനമാണെന്നൊക്കെ തോന്നണ്ട. അങ്ങനെ ആളുകൾ പലതും സംശയം ചോദിച്ചു. അങ്ങനെ ഇത് എന്തായി, മെല്ലെ ആളുകളിലേക്ക് പോകാൻ തുടങ്ങി. റിജക്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ സ്വീകരിക്കലും ഉണ്ടാവും. രണ്ടും ഉണ്ടാവും. അത് രണ്ടിനും നമ്മൾ കാണാൻ തയ്യാറാണ്. വിജയിക്കണമെങ്കിൽ റിജക്ഷൻ ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കണം എന്നുള്ളതാണ് അല്ലെ. നമ്മുടെ ജീവചരിത്രത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ വേദനയും സങ്കടങ്ങളും ആളുകളെ കളിയാക്കലും ഒറ്റപ്പെടുത്തലും അല്ലെ, എല്ലാം നമ്മുടെ ജീവിതത്തിലെ ഒരു റിജക്ഷനാണ്. ആ റിജക്ഷനുള്ള ആളുകളാണ് ഭാവിയിൽ വലിയ ഉന്നതിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത് ഒരു പ്രകൃതി നിയമമാണ്, പ്രകൃതി തത്വമാണ്. അതേപോലെ തന്നെയാണ് ഈ പ്രൊഡക്റ്റുമായിട്ട് പോകുമ്പോൾ നിങ്ങൾ ആരും എടുക്കുന്നു വിചാരിച്ച അടുത്ത സുഹൃത്ത് പോലും എടുക്കില്ല. എനിക്കൊക്കെ അനുഭവമുണ്ട്. ഞാനും സലീം കെയും അലീക്കൊക്കെ ആയിട്ട് പോകുമ്പോൾ അവരെന്തായാലും എടുക്കും സാറേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ പോകുന്നത്. എത്രയോ അനുഭവങ്ങളുണ്ട്. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാകുമ്പോൾ നോക്കട്ടെ എന്ന് പറയും. അതാണ്, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. നിർബന്ധിച്ച ഒരാൾക്കും ഈ പ്രൊഡക്റ്റ് കൊടുക്കാറില്ല ഞങ്ങൾ, നമ്മളാരും കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. സ്റ്റിക്ക് ഓൺ ചെയ്ത് പ്രവർത്തിച്ചത് കൊണ്ടാണ് മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത്. നമ്മൾ ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ നിലപാടെടുക്കുമ്പോൾ 100 തവണ ചിന്തിക്കുക, ഇത് നല്ലതാണോ മോശമാണോ. അപ്പൊ നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ചാകുമ്പോൾ ഒരു നെഗറ്റീവും ഇല്ല ഇല്ലേ. സാക്ഷാൽ ദൈവങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും ഞാൻ പറയാം. ദൈവസ്പർശമുള്ള ഓരോ അവതാരങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. കാരണം ദൈവം നിങ്ങളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിരിക്കുന്നതിൽ ഓരോ മനുഷ്യനെയും ഭൂമിയിലേക്ക് സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ,
അപ്പൊ ഈ വയസ്സാം കാലത്താണെങ്കിലും നമുക്ക് ചില പുണ്യപ്രവർത്തികൾ ചെയ്യാനുള്ള, ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ പുണ്യം ചെയ്യാനുള്ള അവസരമാണ് ബയോട്ടോറിയത്തിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. നിങ്ങൾ ദൈവത്തിലാണ്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ആ ഒരു സ്പിരിറ്റോടുകൂടി, ആവേശത്തോടുകൂടി ആളുകൾ കളിയാക്കുമ്പോഴും ചാട്ടവാറിന്റെ അടി കൊള്ളുമ്പോഴും ചിരിച്ചുകൊണ്ടൊന്നും വേദനയൊന്നും ഉണ്ടായില്ല അന്ന് ചാട്ടവാറിന്റെ അടി കൊണ്ടപ്പോഴും, മനസ്സിലായ? അപ്പൊ ചാട്ടവാറിന്റെ അടി കൊള്ളാൻ നിങ്ങൾ തയ്യാറായിക്കൊണ്ട് ഈ സമൂഹത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൽനെസ്സിൽ നിന്നും വെൽനെസ്സിലേക്കുള്ള ഈ സാംസ്കാരിക മാറ്റത്തിന്റെ വക്താക്കളായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കുമെങ്കിൽ വലിയൊരു ആരോഗ്യ കേരളത്തെ, വലിയൊരു ഹെൽത്തി ഇന്ത്യയെ നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. അതിന്റെ വക്താക്കളായിട്ട് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കണം. ഇപ്പൊ റസാഖ് സാറ് പറഞ്ഞു, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമുക്ക് പരിചയമില്ലാത്ത മുഖങ്ങളെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് അവരിലേക്ക് നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെ വലിയ ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എനിക്ക് തോന്നുന്നു ഷാജി റസാഖ് സാർ അങ്ങനെയാണ്, ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്, സഞ്ചാരപ്രിയരാണ്, സംസാരപ്രിയരാണ്, വളരെ വിനയത്തോടെ സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹം നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അദ്ദേഹം ഇപ്പൊ റിസൾട്ട് പറയുമ്പോൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ അനുഭവം പറഞ്ഞു, ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്ത് മലപ്പുറത്തുണ്ടായ സംഭവങ്ങൾ പറഞ്ഞു. എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഒരു സ്പെയർ ആയിട്ട് എന്താണ് ഒരു റിസ്റ്റ് ബാൻഡ് ഉണ്ടാകണം. ഈ കയ്യിൽ ഇങ്ങനെ മുറിച്ച് കെട്ടുന്ന റിസ്റ്റ് ബാൻഡ് ആണെങ്കിൽ ചിലപ്പോൾ വണ്ണുള്ള ആളുകളാണെങ്കിൽ അല്ലെ, നമ്മളിത് വണ്ണം കുറഞ്ഞ കൈയാണ്, ചിലപ്പോൾ വണ്ണുള്ള ആളുകൾക്കാണെങ്കിൽ അത് റാപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന ഒരു വലിയ മുറിക്കാത്തൊരു റിസ്റ്റ് ബാൻഡ് നിങ്ങളുടെ കയ്യിൽ ബാഗിൽ ഉണ്ടാകണം. എന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അതുപോലെ തന്നെ വാട്ടർ എനർജി വെള്ളം നിങ്ങൾ ഒരു അമൃത് പോലെ ഉണ്ടാക്കണം. അമൃത് അല്ലെ, ഒരു തുള്ളിയൊക്കെ കൊടുത്താൽ മതി. അമൃതാണ് നമ്മുടെ മരണത്തിന് രക്ഷിക്കുന്ന സംഭവം അല്ലെ. അമൃതമായിട്ട് നമ്മുടെ വെള്ളത്തിനും കൂടി നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ വേണ്ടി സാധിക്കണം. ഭയങ്കര എനർജിയാണ്. ഞാനൊക്കെ 24 മണിക്കൂർ യാത്ര ചെയ്യുന്ന ആളാണ്. ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പമുണ്ടാകും. വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും ഞാൻ, ധാരധാരയായിട്ട് ഇല്ലേ. ഇങ്ങനെ വെള്ളം കുടിച്ചാൽ മതി, നല്ല എനർജി കിട്ടും നമുക്ക്. ശരീരത്തിലെ ഓരോ കോശങ്ങളും എനർജൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെള്ളത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. 10 ബെനിഫിറ്റ്സ് ഓഫ് മാഗ്നറ്റിക് വാട്ടർ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണെങ്കിൽ പോലും അതെല്ലാം പുതിയ പുതിയ അറിവുകൾ, പുതിയ പുതിയ ആളുകൾ വരുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. ആൽക്കലൈൻ വാട്ടറിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്, എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഈ നമ്മുടെ മാഗ്നറ്റൈസ്ഡ് വാട്ടർ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ടീമിലേക്ക് ഇടക്കിടക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. പഴയ അറിവുകളൊക്കെ ചില ആൾക്ക് മറന്നുപോയിട്ടുണ്ടാവും, പഴയ ലീഡേഴ്സിനൊക്കെ. അതുകൊണ്ട് ഇടക്കിടക്ക് അത് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുന്നത് അവരുടെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തലായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് നിങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക, ഒരു സംശയവും വേണ്ട. ദൈവം എന്താ പറയാ, പറഞ്ഞ പോലെ നിങ്ങൾ സാക്ഷാൽ ദൈവങ്ങൾ തന്നെയാണ്, മനസ്സിലായ? അത്രയും നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റ് എത്തിക്കുക. എന്തെല്ലാം റിസൾട്ടുകളാണ് ഇവിടെ ഓരോരുത്തർ വന്ന് പറഞ്ഞിരിക്കുന്നത്. വേങ്ങര ഉസ്മാൻ സാറൊക്കെ വന്ന് പറയുന്നിട്ടില്ല, വീട്ടിന്റെ അടുത്ത് ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞത് അല്ലെ, സ്ട്രോക്കിലേക്ക് ഇങ്ങനെ മാറുകയാണ്. ആ സമയത്ത് ദൈവം അദ്ദേഹത്തിന് അവിടെ എത്തിച്ചില്ലേ നോക്കി. അദ്ദേഹം ഫീൽഡിൽ പോയ ആളാണ് അല്ലെ. അതാണ് ദൈവത്തിന്റെ കളി എന്ന് പറഞ്ഞാൽ. സ്പോട്ടിൽ അദ്ദേഹം അവിടെ വണ്ടി ചവിട്ടി നിർത്തുമ്പോഴേക്കാണ് അടുത്ത വീട്ടിലെ കരച്ചിൽ കേൾക്കുന്നത്. അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോഴേ സംഭവം മനസ്സിലായി. വെള്ളം ഒഴിച്ചു കൊടുത്തു, കയ്യിൽ റിസ്റ്റ് ബാൻഡ് കെട്ടി. കയ്യിൽ റിസ്റ്റ് ബാൻഡ് ഉണ്ടായതുകൊണ്ടാണ് പറ്റിയത്, വെള്ളം ഉണ്ടായതുകൊണ്ടാണ് പറ്റിയത്. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും അതൊരു നോർമൽ സ്റ്റേജിലേക്ക് വന്നാൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന ആളുകൾ ഇതേപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ആ പ്രദേശത്ത് അദ്ദേഹത്തിന് മാത്രമല്ല, അവിടെയാണ് ഈ പ്രോബ്ലം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ പരിസരത്തുള്ള ആളുകളെല്ലാം പിച്ചു കൂട്ടിയിട്ട് അവർക്ക് നല്ലൊരു അവയർനെസ് കൊടുക്കണം. അതാണ് ഞാൻ നിങ്ങളോട് ഓരോരുത്തരും പറയുന്നത്. ജേക്കബ് സാർ തളിപ്പറമ്പ് നേരെ വയനാട്ടിലേക്ക് വർക്കിന് ഓടി പോകുകയല്ല ചെയ്യേണ്ടത്. അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ വീട്ടിലെടുത്ത അടുത്തുള്ള പഞ്ചായത്തിലെ വാർഡ് മെമ്പർമാരെ ആയിട്ട് സമീപിച്ചിട്ട് സമീപ പ്രദേശത്ത് ഒരു വെൽനസ് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടക്ട് ചെയ്യാം. വെൽനസ് അവയർനെസ് പ്രോഗ്രാം, മനസ്സിലായ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മരുന്നില്ലാതെ ഇല്ലേ, പാർശ്വഫലങ്ങളില്ലാതെ നിങ്ങളുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഇല്ലേ, അതിനെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി സാധിക്കണം. അങ്ങനെ ഗ്രാമാന്തരങ്ങളിൽ നമ്മൾ വീടുകളിലോ അല്ലെങ്കിൽ എവിടെയും സൗകര്യങ്ങളുള്ളത് നോക്കി അവർക്ക് നല്ലൊരു അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ആളുകൾ ഏറ്റെടുക്കും. അതിലൂടെ വലിയൊരു വളർച്ച നമുക്ക് സമൂഹത്തിന് സൃഷ്ടിക്കാൻ പറ്റും. ഇങ്ങനെ നല്ല നന്മ ചെയ്യുമ്പോൾ നന്മകൾ നമ്മളെ തേടി വരും എന്നുള്ളതാണ്. നന്മ ചെയ്യുമ്പോൾ പണം നമ്മളെ തേടി, പണം ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. പണത്തിന് വേണ്ടി ആരും ഓടി നടന്ന വരില്ലത്. പണത്തിന് വേണ്ടി ഓടി നടന്നവരോടെയും പണം കിട്ടില്ല അല്ലേ. ഒന്ന് വെച്ചാൽ രണ്ട്, രാവിലെ ഇട്ട വൈകുന്നേരം എന്നൊക്കെ പറയുന്ന കമ്പനികളൊക്കെ എവിടെയായി ഇപ്പം. അതൊന്നും നടപടിയുള്ള കേസുകളല്ല. പക്ഷെ ഇവിടെ നമ്മൾ നന്മ ചെയ്യുകയും ഇത്രയും നല്ല റിസൾട്ട് കിട്ടുകയും അവരുടെ ബ്ലെസ്സിങ്ങിലും പ്രാർത്ഥനയിലും ഒക്കെ അറിഞ്ഞോ അറിയാതെയോ അല്ലേ നമ്മൾ എത്തപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയാതെ നമ്മൾ നന്മയിലേക്ക് എത്തുന്നത്. അപ്പോൾ ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും സമാധാനവും ഐശ്വര്യവും സന്തോഷവും സ്നേഹവും ഒത്തുചേരലും അംഗീകാരവും അല്ലെ, നമ്മുടെ ഡെവലപ്മെന്റ്സും മാനസികമായും ആരോഗ്യപരമായും ഇല്ലെ, ഫിസിക്കലി അല്ലെ, എല്ലാം നമുക്കൊരു നല്ലൊരു ഡെവലപ്മെന്റ്സിലേക്ക് എത്താൻ പറ്റുന്ന വലിയൊരു മഹാപ്രസ്ഥാനത്തിന്റെ വക്താക്കളായി മാറാൻ നിങ്ങൾക്ക് സാധിച്ചതിൽ വലിയൊരു നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ, ഒരു സംശയവും വേണ്ട. കൊണ്ട് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക. ഇന്ന് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇന്ന് ഞായറാഴ്ചയാണ്,
അതുകൊണ്ട് നേരെ പോയിട്ട് ജേക്കബ് സാർ 2 കിലോ ബീഫും കപ്പയൊക്കെ വാങ്ങി ബിരിയാണിയൊക്കെ അടിച്ച് കൊണ്ട് ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് കഥ പറഞ്ഞിരിക്കാന്ന് വിചാരിക്കില്ലേ. ഇന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കസ്റ്റമേഴ്സിനെ കാണാൻ പറ്റുന്ന ദിവസം. പലർക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ അവധിയുള്ള ദിവസമാണ്. ഇന്ന് നമ്മളൊരു 5 സെയിലെടുത്ത് മടം കൊള്ളുന്ന ഒരു വാശി ഉണ്ടാകണം നിങ്ങൾക്ക്, മനസ്സിലായ? വാശിയാണ് നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. കുട്ടികൾ കരയും വാശി പിടിച്ചിട്ട് അല്ലെ. അപ്പൊ നമ്മൾ 2 അടിയൊക്കെ കൊടുക്കും ആദ്യം, എന്നിട്ട് അവസാനം എന്ത് ചെയ്യും? അവസാനം കൊടുക്കുകയും ചെയ്യും ഇല്ലേ? അവസാനം കൊടുക്കില്ലേ? ആദ്യം ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കും, പേടിപ്പിച്ച് നോക്കും, എന്നിട്ട് നിൽക്കുന്ന 2 അടി കൊടുക്കും, എന്നിട്ട് അവൻ കരച്ചിൽ നിർത്തൂല. അവനറിയാം വാശി പിടിച്ചാലേ ഇത് നടക്കുള്ളൂ എന്നറിയാം. അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ ഉമ്മയുടെ അടുത്ത് കിട്ടണമെങ്കിൽ വാശി വേണം. അപ്പൊ വാശി നടക്കും അവസാനം. അതുപോലെ നിങ്ങൾക്കൊരു വാശി ഉണ്ടാവണം, സ്വയം ഒരു വാശി ഉണ്ടാകണം, മനസ്സിലായ? ഇന്ന് ഞാൻ 3 സെയിൽ എടുത്തിട്ടേ വരുള്ളൂ എന്നൊരു വാശി ഉണ്ടാകണം. ഫോളോ അപ്പ് മസ്റ്റ് ആണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, എന്നാലും ഞാൻ പറയാണ്, നമ്മൾ കണ്ട ആളുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അവർക്ക് നിങ്ങൾക്കൊരു ശല്യക്കാരനായിട്ട് മാറണം അല്ലെ? അവർക്ക് നിങ്ങളൊരു ശല്യക്കാരനായിട്ട് മാറണം. ഇയാളെ നമ്മൾ ഇതിൽ ചുറ്റി പാമ്പ് കടിച്ചേ പോകുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഒരു വാങ്ങിച്ചേക്ക വരണം എന്നുള്ള തോന്നലുണ്ടാകണം. കാരണം പലരെയും നമ്മൾ നിർബന്ധിച്ച് വണ്ടിയിൽ കൊണ്ടുവരാൻ പറ്റും. നിർബന്ധിച്ച് കൊണ്ടുവന്നാൽ ഭാവിയിൽ അവർ നിങ്ങളെക്കാൾ വലിയ ലീഡറായിട്ട് മാറുന്ന എത്രയോ അനുഭവങ്ങളുണ്ട് എന്റെ പൊന്ന സുഹൃത്തുക്കളെ. അതുകൊണ്ട് ആരോടും സംസാരിക്കാൻ മടി കാണിക്കരുത്. നമ്മൾ ന്യായമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ആധികാരികമായിട്ട് സംസാരിക്കുക, വളരെ കുറച്ച് സംസാരിക്കുക, പോയിന്റുകൾ സംസാരിക്കുക. നാം മാത്രമേ അവർക്ക് കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കണം. അതുകൊണ്ട് വാശി നിങ്ങൾക്ക് നിങ്ങളോട് സ്വയം ഉണ്ടാകണം. അതേപോലെ തന്നെ വിജയിക്കണമെങ്കിൽ ശത്രുക്കൾ ഉണ്ടാകണം എന്നുള്ളതാണ്. ശത്രുക്കളുടെ ശത്രു ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടെ വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നത് അല്ലെ? ഈ രംഗത്ത് വിജയിക്കണമെങ്കിൽ ശത്രുക്കൾ വേണം. ശത്രുക്കളോട് വലിയ കത്തിയെടുത്ത് ഉപയോഗിക്കാനൊന്നുമല്ല ഞാൻ പറയണ്ട. നമ്മൾ മാനസികമായിട്ട് ചില ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കണം ഒരു ആവേശം കൂടി ഉണ്ടാകുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് പോകും അല്ലെ? 10 ആളിതാ അല്ലെ? നമ്മളെ മാഡം ഇവിടെ സംസാരിച്ചു, തൊഴിലുറപ്പിന് പോകുന്ന മാഡം അല്ലെ? ഇന്ന് പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. അപ്പൊ എന്ത് ആവേശത്തോടെയാണ് സംസാരിക്കുന്നത് നോക്കി. അപ്പൊ 10 പേരോട് വരുമ്പോ തൊഴിലുറപ്പ് പറഞ്ഞ് എടുക്കൂല. അവരുടെ ഒന്നാം സാമ്പത്തികം കുറവാണ്, പാവപ്പെട്ട ആളുകളാണ്. അപ്പൊ എന്നാലും കാശുണ്ടെങ്കിൽ പോലും മക്കളൊക്കെ ജോലിക്കാരൊക്കെ ഉണ്ടോ എന്നാലും എടുക്കൂല. അത് കളിയാക്കുന്ന ഒരു സ്വഭാവം പൊതുവെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. പക്ഷെ നമ്മൾ എനർജി നിൽക്കുമ്പോ അവരെടുത്തില്ലെങ്കിൽ നമ്മൾ 10ഉം 20 പേർക്കും കൊടുക്കുന്ന ഫോട്ടോസ് ഗ്രൂപ്പിലേക്ക് ഇട്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം, മനസ്സിലായ? അവരെടുക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാം? നിങ്ങൾ കൊണ്ടുപോയിട്ട് വേറെ ആൾക്ക് കൊടുക്കുന്ന ഫോട്ടോ എടുക്കണം, എന്നിട്ട് അവരുടെ വാട്സപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. നിങ്ങൾ എടുത്തില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല, ഞാനത് 25 പേർക്ക് പ്രൊഡക്റ്റ് കൊടുത്തു എന്നുള്ള ഫോട്ടോസ് എടുത്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ അവരുടെ സ്വന്തം വാട്സപ്പിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പൊ അവരുടെ കണ്ണു തള്ളു, മനസ്സിലായില്ലേ? ഇങ്ങനെ കുറെ ആൾ എടുക്കാണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് വാശി ഉണ്ടാകുന്നത്, നമുക്ക് ആവേശം ഉണ്ടാകുന്നത്, നമ്മൾ കൂടുതൽ വിജയത്തിലേക്ക് എത്തുന്നത് അപ്പോഴാണ്. എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാശി ഉണ്ടാവില്ല, ആവേശം ഉണ്ടാവില്ല, അത് തണുത്തു പോകും. അതുകൊണ്ട് എടുക്കാതിരിക്കട്ടെ കുറെ ആൾ ഞാൻ പറയണം, എന്നാലും നിങ്ങൾക്ക് വാശി ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ എടുക്കാതിരിക്കും. അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് പോയാലും നമുക്ക് വലിയൊരു വിപ്ലവം ഇവിടെ സൃഷ്ടിക്കാൻ പറ്റും. ഒരു ആരോഗ്യ കേരളത്തെ സൃഷ്ടിക്കാൻ പറ്റും, കേരളത്തിൽ സൃഷ്ടിക്കാൻ പറ്റും. സന്തോഷം നിറഞ്ഞ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും അല്ലെ? വെൽത്തും ഹാപ്പിനെസ് സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. തിരുവോണക്കാലമാണ്. അടുത്ത തിരുവോണമാകുമ്പോഴേക്കും നമുക്ക് അവസ്ഥകളെല്ലാം മാറണം. അതിനുള്ള ഒരു പ്രതിജ്ഞ എടുക്കണം നിങ്ങൾ, മനസ്സിലായി? ഇന്ന് 31, നാളെ 1-ാം തീയതിയാണ്. ഇന്ന് ലാസ്റ്റ് ആണ്. ഓഗസ്റ്റ് 31 ഇനി ജീവിതത്തിൽ കിട്ടൂല കേട്ടോ. പുനർജന്മത്തിനും കിട്ടൂല, അത് തീർന്ന്. വിശ്വസിക്കുന്ന ആൾക്കും കിട്ടൂല 2025 ഒക്ടോബർ 31. അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ സെക്കൻഡും സലീംക്ക് പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തിരിച്ചറിയാം. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അടുത്ത ഓണമാകുമ്പോഴേക്കും നമ്മൾക്ക് എല്ലാവരും ഡെയിലി ഓണം ഉണ്ടെന്ന ഒരു സമൃദ്ധിയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി വലിയൊരു അവസരം ഇവിടെ തന്നിട്ടുണ്ട്. ഈ അവസരത്തെ നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് അവസരം മാത്രമേ നമ്മൾക്ക് തരാൻ പറ്റുള്ളൂ ഇല്ലേ? വിജയിക്കാൻ അവസരങ്ങളാണ് ഇവിടെ തരുന്നത്. ഇത് ലോകോത്തരമായ അവസരമാണ്. ആരോ ഇവിടെ പറയുന്നത് കേട്ടു, നമ്മുടെ മോള് ഫേസ്ബുക്കില് ഇല്ലേ ഇത് കൊടുത്തിട്ട് അവര് വിളിച്ചു. അറിയാത്ത ആളുകളാണ് ഫേസ്ബുക്കിലൂടെ നമ്മൾ വിളിക്കും. അവിടെ പ്രൊഡക്റ്റ് കൊടുത്തു റിസൾട്ട് കിട്ടി, അവരിലൂടെ വേറെ റെക്കമെന്റ് വന്നു. അപ്പൊ ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല മാധ്യമങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഉപയോഗിക്കണം. സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, വാട്സപ്പ്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പ്രചാരം കൊടുക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടുകൾ മാത്രം നിങ്ങൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്താൽ മതി. നിങ്ങൾ കൊടുത്ത ആളുകളുടെ റിസൾട്ട് നിങ്ങൾ അവരുടെ വീഡിയോസ് എടുത്തുകൊണ്ട് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്താൽ മതി. അപ്പൊ എന്താണ് ഇതിന്റെ സയൻസ് എന്ന് ചോദിച്ചു വിളിക്കും. കഴിഞ്ഞ ദിവസം എന്നെ വ്യവസായ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ചു ഡൽഹിയിൽ നിന്ന്. അദ്ദേഹം ഇവിടെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി സാറിന്റെ ടീമിലുണ്ടായിരുന്ന IAS കാരനാണ്, കൊല്ലംകാരനാണ്. അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. ഫേസ്ബുക്കിലൂടെ കിട്ടിയ ഒരു കണക്ഷൻ വെച്ചിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു മാഡം വഴി കണക്ട് ചെയ്തിട്ട് എന്നെ വിളിച്ചതാണ്. അദ്ദേഹം അടുത്ത ദിവസം കേരളത്തിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ പഠിച്ചു, എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്നുണ്ട്, കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് പ്രൊമോട്ട് ചെയ്യാമെന്നുള്ളൊരു ഉറപ്പ് എനിക്ക് നൽകിയിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ മിനിസ്ട്രി വഴിയും
നമുക്ക് പരമാവധി എംപ്ലോയീസിലേക്ക് ഇത് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം ഞാൻ ഒരുക്കി തരാമെന്ന് അദ്ദേഹം വാഗ്ദാനം നൽകി കഴിഞ്ഞിട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കുറെ സമയം അദ്ദേഹമായിട്ട് സംസാരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇതിലൂടെയെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ അറിയാത്ത ആളുകൾ നിങ്ങളിലേക്ക് കോൺടാക്ട് വരികയും അവരെന്നെല്ലാം ഓർഡർ വരികയും ലോകം മുഴുവൻ ഇവിടെ എത്തിക്കാൻ സാധിക്കുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ ഇത്രയും നേരം പങ്കെടുത്ത ഓരോരുത്തരുള്ള നന്ദിയും ബഹുമാനവും സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ പ്രോഗ്രാമാണ്. ഇന്ന് നമ്മുടെ ഇതിന്റെ സയൻസും ഇതിന്റെ കമ്പനിയെ കുറിച്ചും കമ്പനിയുടെ പ്രൊഫൈലും കമ്പനിയുടെ പ്ലാനും പ്രൊഡക്റ്റും ഇതിന്റെ സാധ്യതകളും ഒക്കെ സംസാരിക്കുന്ന അവസരമാണ്. എനിക്കറിയാം ഇന്നിപ്പോ 175, 195, 200ഓളം പേരുണ്ടായിരുന്നു. കുറെ ആൾ ഇറങ്ങിപ്പോവും, കുറെ ആൾ വരും. പുഴയിലൂടെ വെള്ളം ഒഴുകും പോലെ കുറെ വെള്ളം പോകും, കുറെ വെള്ളം വരും. പക്ഷെ രാത്രി ഇത്രയൊന്നും ആളുണ്ടാവില്ല എന്ന് എനിക്ക് അറിയാം. പക്ഷെ എന്നാലും ഞാൻ വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, പരമാവധി ആളുകളായിട്ട് രാത്രിയിൽ എന്താ നിങ്ങൾക്ക് പരിപാടി എന്ന് എനിക്കറിയില്ല. മോഹൻലാൽ പറഞ്ഞ പരിപാടി വല്ലതും ഉണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, 8 മണിക്കത്തെ പ്രോഗ്രാമിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് നമ്പർ കാണിക്കുക. എല്ലാ ടീമും ആവേശത്തോടു കൂടിയിട്ട് നിങ്ങൾ കയറുമ്പോൾ നിങ്ങളുടെ ടീമിന്റെ പേരും കൂടി 5BG അല്ലെ, 5G ഇന്റർനാഷണൽ, അങ്ങനെ ഓരോ ടീമിന് ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ആ പേരും കൂടെ ആദ്യം ചേർത്തിട്ട് വേണം നിങ്ങളുടെ പേര്. ഏത് ഗ്രൂപ്പിൽ നിന്നാണ് കൂടുതൽ ആളുകൾ പങ്കെടുത്ത് നോക്കട്ടെ. അതുകൊണ്ട് ഒരു ആവേശത്തോടെ സ്പിരിറ്റോട് കൂടിയിട്ട് അത് ഏറ്റെടുത്തുകൊണ്ട് രാത്രിയിലെ പ്രോഗ്രാം വലിയ വിജയമാക്കണം. നിങ്ങൾ ഒരു പുതിയ ഗസ്റ്റിനെ അതിനകത്തേക്ക് വിളിക്കുക എന്നുള്ളതാണ്. ഒരാളെ വിളിച്ചാൽ മതി. നിങ്ങൾ ഒരാളെ, ഇത് 200ഓളം പേരുണ്ട്. നിങ്ങളും കയറി ഒരാളെ പിടിച്ച 400 പേരായി. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എന്റെ ഒരു ആഗ്രഹമാണ് 500ന്റെ സൂം കട്ട് ചെയ്യാൻ, 1000ന്റെ സൂം എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങൾ അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. 500ന്റെ സൂമിന് 2000 രൂപയാണ് ഒരു മാസം ഞാൻ കൊടുക്കുന്നത്. അത് 1000 ആകുമ്പോൾ അതിൽ കൂടും. അപ്പൊ എന്റെ കാശ് കളയാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഒരാളെ, ജേക്കബ് സാർ, ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് എന്തും കയറുന്നുണ്ടോ നോക്കുക. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഓരോരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയൊരു ഗ്രോത്ത് ഉണ്ടാവും. ഒരു സംശയവും വേണ്ട. അടുത്ത മാസം ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു റിക്രൂട്ട്മെന്റ് മന്താണ്. അതുമായിട്ട് ബന്ധപ്പെട്ട അല്പസമയത്ത് ഗ്രൂപ്പുകളിലേക്ക് വരും. റിക്രൂട്ട്മെന്റ് സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 30 വരെ റിക്രൂട്ട്മെന്റ് മന്ത്. പരമാവധി ആളുകളെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഈ ഒരു മാസം കൊണ്ട് ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുക എന്നുള്ളതാണ്. ഓരോ ടീം ലീഡേഴ്സായിട്ട് അതിന്റെ സജഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓരോ ടീമിന്റെയും സ്ട്രെങ്ത് അനുസരിച്ച് 100 മുതൽ 300 വരെ 500 വരെ ടീമുകളെ കൊണ്ടുവരാ എന്ന് പറഞ്ഞ ലീഡേഴ്സ് ഓൾറെഡി ഉണ്ട്. ഇപ്പൊ തന്നെ ഓൾറെഡി മനസ്സിലായ ഈ മാസം റിക്രൂട്ട്മെന്റ് മന്തായിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഏറ്റവും 5000 പേരെ നമുക്ക് ബിസിനസ്സിലേക്ക് സെപ്റ്റംബർ 30 ആകുമ്പോഴേ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. ഉറപ്പായിട്ടും സാധിക്കും. ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് എല്ലാവരും അതിനെ ശ്രദ്ധിക്കാതെ റിക്രൂട്ട്മെന്റ് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് പോയി പ്രൊജക്ട് എത്തിക്കാനും വിജയിക്കാനും വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാവരും സമയം കിട്ടുമ്പോൾ ലിസ്റ്റ് തയ്യാറാക്കുക. ഈ ആളുകളിലേക്ക് പോകാനും കാണാനുള്ള ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് ഞാൻ മുമ്പിൽ എന്നുള്ള രീതിയിൽ ഓരോരുത്തരും 5 or 10 പേര്. എനിക്ക് റസാഖ് സാറ് സഞ്ചരിക്കുമ്പോൾ ട്രെയിനിൽ സഞ്ചരിച്ചാലും വേണ്ടിയില്ല, ബസ്സിലധികം സഞ്ചരിച്ചാൽ പറയാൻ പറ്റില്ല, ട്രെയിനാണ് നല്ലത്, കാമൻ കുവൈറ്റായിരിക്കും. പുതിയ ആളുകൾ എല്ലാവരും നിങ്ങൾ തീരുമാനിക്കുക. എന്റെ ടീമിൽ ഞാൻ സെപ്റ്റംബർ 30 ആകുമ്പോഴേക്കും മിനിമം 10 പേരെ എന്റെ ജീനിയസിലും വിന്നറിലും ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ശബ്ദം എടുക്കാൻ വേണ്ടി സാധിച്ചാൽ വലിയ മാറ്റം ഉണ്ടാകും. ഒക്ടോബറോട് കൂടിയിട്ട് വലിയൊരു ടീമിലേക്ക് നമുക്ക് എത്താനും 100 ആളുകൾക്ക് റിസൾട്ട് കൊടുക്കാനും സാധിക്കും. അതുകൊണ്ട് വലിയൊരു പ്ലാനിങ്ങിലേക്ക് നിങ്ങൾ മാറണം എന്ന സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആത്മധൈര്യത്തോടു കൂടിയിട്ട് ആവേശത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. കൂടുതൽ ആളുകളെ കാണാൻ വേണ്ടി സാധിക്കട്ടെ. നമ്മൾ നിയമപരമായ ലീഗലായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് ചെയ്യുന്നുള്ള ഒരു എന്താ പറയാ, ഒരു തികഞ്ഞ ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം. നമ്മൾ ചെയ്യുന്നത് ശാസ്ത്രീയമായിട്ട് അംഗീകരിച്ച ബിസിനസ് ആണ്, ലോകം അംഗീകരിച്ചതാണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ച, അതുപോലെ തന്നെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ അവാർഡ് നേടിയ ലോകത്തിലെ ഒരേ ഒരു കമ്പനി, ഡയറക്ട് സെല്ലിംഗ് കമ്പനി, ബയോടോറിയത്തിന്റെ വക്താക്കളാണെന്നൊരു ധാരണയോട് കൂടിയിട്ട് വേണം നിങ്ങൾക്ക് ഇന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇന്ന് നിങ്ങൾ കാണുന്നവരെല്ലാം എൻട്രി എടുക്കുന്നവരായി മാറും. ഒരു സംശയമുള്ള പ്രാർത്ഥനയോടെ നിർത്തട്ടെ. ജയ് 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 ബയോടോറിയം. താങ്ക് യു.